ഇപ്പോൾ ഗൈസ് ഇത് നമ്മുടെ സെക്കൻഡ് സെഷനാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ജെറ്റ് എഫ് എക്സിലേക്ക് സ്വാഗതം. ഓക്കെ, നമുക്ക് പതുക്കെ ഓരോ സ്റ്റെപ്പ് വെച്ച് ഫോറക്സ് പഠിക്കാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒന്ന് ചാറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചാൽ മതി, നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, നമ്മളിന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്കുകൾക്ക് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനന്ന് കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പഠിക്കുന്നത് പുതിയ കാര്യങ്ങളാണ്. അപ്പോൾ പുതിയ കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകാനും സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പോലെ വന്നിരിക്കണം, ഒരു 5ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പോലെ ആയിരിക്കണം നമ്മളവിടെ വന്നിരിക്കേണ്ടത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു നോട്ട് പാഡോ നോട്ട്ബുക്കോ ഒരു പേനൊക്കെ ഉള്ളത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയതായിട്ട് കേൾക്കുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് പോകാം. നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കും. ആ സംശയങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് പോകണം. ഓക്കെ, നമുക്ക് ഇപ്പോൾ യൂട്യൂബിലായിരിക്കും നമ്മുടെ ലൈവും കാര്യങ്ങളൊക്കെ വരുന്നത്. സൗണ്ട് ഇഷ്യൂ വരുന്നുണ്ടോ? ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ സൗണ്ട് ഓക്കെയോ? ഒന്ന് റിപ്ലൈ ചെയ്യാമോ? ഓക്കെ, നമുക്കപ്പോൾ പതുക്കെ സെഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെറുതെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഓവറോൾ കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് ഫോറക്സിൻ്റെ ടെർമിനോളജീസിലേക്ക് കിടക്കും. നമ്മൾ പുതിയ കാര്യങ്ങളാണല്ലോ നോക്കുന്നുണ്ടാവുക. അതായത് ഇപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നതായിരിക്കും, പക്ഷേ അതേ ടൈംസ് മാത്രമായിരിക്കില്ല ഇവിടെ കാണാൻ പോകുന്നത്. പുതിയ ടൈംസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ചെറിയ ഡൗട്ടുകൾ വരാം. അപ്പോൾ അങ്ങനത്തെ ടൈംസും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറയും. പിന്നെ ഓർഡർ കാര്യങ്ങൾ, പിന്നെ ബ്രോക്കറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്കിന്നിവിടെ സംസാരിക്കാനുണ്ട്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നമുക്കതിലേക്ക് കടക്കാം. പിന്നെ അതിന് മുന്നേ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇവിടെ കുറച്ച് ബിഗിനേഴ്സ് ഉണ്ട്, ഓൾറെഡി ട്രേഡ് ചെയ്ത് വരുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്തിരുന്നോ? ഇപ്പോൾ അക്കൗണ്ട് ഓപ്പണിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് പേര് കമ്മ്യൂണിറ്റിയിൽ ചോദിക്കുന്ന കണ്ടിട്ടായിരുന്നു, ലാസ്റ്റ് ക്ലാസ്സിൽ ചോദിക്കുന്ന കണ്ടിട്ടായിരുന്നു. എല്ലാവരും അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്തോ? അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്തിരുന്നു എല്ലാവരും? ഇല്ല. ഇപ്പോൾ നമുക്ക് സെഷനിലേക്ക് കടക്കുന്നതിന് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതാണ് നമ്മുടെ ജെറ്റ എഫ് എക്സിൻ്റെ കമ്മ്യൂണിറ്റി. അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാത്ത വ്യക്തികളുണ്ട്. നമുക്കറിയാം അക്കൗണ്ട് ഇല്ലാണ്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് പുതിയ ഫോറക്സ് ഇപ്പോൾ സാധാരണ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന പോലെയല്ല, ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഡൗട്ടുകൾ വരാം, കൺഫ്യൂഷൻസ് വരാം. അപ്പോൾ എങ്ങനെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം? അക്കൗണ്ട് ഇല്ലാതെ എന്തായാലും ട്രേഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എങ്ങനെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം? അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്കോഡിൽ വെൽക്കം എന്ന് പറഞ്ഞ ചാനലിലേക്ക് എടുക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ, ഇപ്പോൾ ഇവിടെ അക്കൗണ്ട് ഓപ്പണിങ്ങിൻ്റെ ലിങ്കുകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ നമുക്ക് തൽക്കാലത്തേക്ക് അക്കൗണ്ട് ഓപ്പണിങ്ങിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള എല്ലാവിധ കാര്യങ്ങളും അവിടെ സെറ്റാണ്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഓരോന്ന് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഡൗട്ടുകൾ വരുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാനായിട്ട് ഇവിടെ ജനറൽ ചാറ്റ് ഉണ്ട്, മെൻറ്റേഴ്സ് ചാറ്റ് ഉണ്ട്. അപ്പോൾ അക്കൗണ്ട് ഓപ്പണിങ്ങിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും ഡൗട്ട്, ഫോറക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി മെൻറ്റേഴ്സ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മെൻറ്റേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും ഫോറക്സ് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇപ്പോൾ കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. നിങ്ങളത് ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എടുക്കുന്നുണ്ട്. അവിടെ നോട്ടീസ്, ഇവിടെ അനൗൺസ്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഇതാരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? ഇവിടെ ഫോറക്സ് ട്രേഡിംഗ് കോമ്പറ്റീഷൻ എന്നൊരു സംഭവമുണ്ട് നമ്മളവിടെ, ഫോറക്സ് ട്രേഡിംഗ് കോമ്പറ്റീഷൻ. ഓക്കെ, ജെറ്റ് ഓഫ് എക്സിൽ ഓപ്പൺ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഓക്കെ, ഇവിടെ നമ്മുടെ ഫോറക്സ് ട്രേഡിംഗ് കോമ്പറ്റീഷൻ ഇതിൽ ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട് ഗ്രാൻഡ് പ്രൈസ് 1 lakh. ഇതിപ്പോൾ ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന അങ്ങനത്തെ ട്രേഡിംഗ് കോമ്പറ്റീഷൻ അല്ല, ഇതൊരു ഷോർട്ട് പീരീഡ് ട്രേഡിംഗ് കോമ്പറ്റീഷനാണ്. അതായത് 1 മാസമാണ് ഇതിൻ്റെ കാലാവധി.
അതായത് ഇപ്പോൾ മെയ് 2 മുതൽ അല്ലെങ്കിൽ മെയ് ഫസ്റ്റ് വീക്ക് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. മെയ് 2 മുതൽ മെയ് 31 എന്നുള്ള രീതിയിൽ നമ്മുടെ കോമ്പറ്റീഷൻ റൺ ചെയ്യും. അപ്പോൾ അതിന് കുറച്ച് റൂൾസും റെഗുലേഷൻസ് ഉണ്ട്. ഇപ്പം നിങ്ങളൊരു ബിഗിനർ ആണെന്ന് വിചാരിച്ച് ഓടിപ്പോയിട്ട് ആ ട്രേഡിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ ട്രേഡിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാം, മുൻ പരിചയമുള്ളവർ. ഓക്കെ, അപ്പോൾ ഇനി ഈ മാസം മാത്രമാണ് ട്രേഡിംഗ് കോമ്പറ്റീഷൻ അല്ല, നമുക്ക് ഒട്ടുമിക്ക മാസങ്ങളിലും 1 ലാഖിൻ്റെ ട്രേഡിംഗ് കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അത് പങ്കെടുക്കാനും സാധിക്കും. എല്ലാവർക്കും പങ്കെടുക്കാൻ ഉണ്ട്, പക്ഷേ അതിനും കുറച്ച് റൂൾസും റെഗുലേഷൻസ് ഉണ്ട്. ഇപ്പോൾ കോമ്പറ്റീഷൻ്റെ റൂൾസും കാര്യങ്ങളും ഇവിടെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ട് ടൈറ്റിലിൻ്റെ താഴെ റൂൾസ് എന്ന് പറഞ്ഞ ചാനലുണ്ട്. അപ്പോൾ ഇവിടെ എലിജിബിലിറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ അറ്റ്ലീസ്റ്റ് 18+ ആയിരിക്കണം. ഓക്കെ, 18 വയസ്സിന് മുകളിലുള്ളവർക്കേ ട്രേഡിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ സാധിക്കുള്ളൂ. അതേപോലെ JetFXൻ്റെ ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്, ട്രേഡിംഗ് ക്രൈറ്റീരിയ കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വ്യക്തമായിട്ട് വായിച്ചോളൂ. 12 റൂൾസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് പാലിച്ചവർക്ക് മാത്രമാണ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, നിങ്ങളെ തേടിയിരിക്കുന്നത് 1 ലാഖാണ്. ഇപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളൊരു അബ്സല്യൂട്ട് ബിഗിനറാണ്, ഒന്നും അറിയില്ലെങ്കിൽ അതിൽ കയറിയിട്ട് ആ കോമ്പറ്റീഷനിൽ കയറി പങ്കെടുക്കരുത്. നമ്മൾക്ക് പഠിക്കാനാണ് നമ്മൾ യൂട്യൂബ് ലൈവും കാര്യങ്ങളുള്ളത്. അപ്പോൾ നമ്മൾ പതുക്കെ പഠിച്ച് മാത്രം കോമ്പറ്റീഷനിലേക്ക് നമുക്ക് കടക്കാം. ഞാൻ ആ കോമ്പറ്റീഷൻ പറഞ്ഞ് ഓൾറെഡി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പറഞ്ഞതാണ്. ഈ കോമ്പറ്റീഷൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എല്ലാ മാസമുണ്ട്. ഞാൻ വീണ്ടും പറയുന്നത് മറക്കാതിരിക്കാനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇടയ്ക്ക് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടീസും കാര്യങ്ങളൊക്കെ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, നോട്ടീസ് ബോർഡ് ഉണ്ട്. ഇപ്പം നമ്മളെ ഒരു ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിൽ അവിടെ സെറോദ, അപ്സ്റ്റോക്സ്, ഏഞ്ചൽ ബ്രോക്കിംഗ് അങ്ങനത്തെ ബ്രോക്കേഴ്സ് ഉപയോഗിക്കാം. അത് കുറച്ചും കൂടി നമുക്ക് സിംപ്ലിഫൈഡ് വേർഷൻസ് അവൈലബിൾ ആണ്, യൂട്യൂബിലും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ബ്രോക്കർ എന്ന് പറയുന്നത് JetFX ആണ് നമ്മുടെ ബ്രോക്കർ എന്ന് പറഞ്ഞു. അപ്പോൾ JetFXൻ്റെ അണ്ടറിൽ തന്നെ ജെറ്റ യൂണിവേഴ്സിറ്റി, ആ ജെറ്റ യൂണിവേഴ്സിറ്റിയാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് അഡ്വാൻസ് ലെവൽ വരെ നമുക്ക് പഠിക്കാനായിട്ട് നമുക്ക് സപ്പോർട്ട് തരുന്നതും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ അത് നമ്മുടെ JetFX എന്താ നമ്മുടെ ബ്രോക്കറാണ്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ സെറോദ എന്നുള്ള ബ്രോക്കറിൻ്റെ അല്ലെങ്കിൽ സെറോദ എന്ന ബ്രോക്കറിൻ്റെ ഉള്ളിലുള്ള പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ ട്രേഡും കാര്യങ്ങൾ എടുക്കുന്നത്. എവിടെ? ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ. പക്ഷേ ഫോറക്സിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് ബ്രോക്കർ മാത്രം പോരാ. ഓക്കെ, ബ്രോക്കർ മാത്രം പോരാ, നമുക്ക് ട്രേഡ് എടുക്കാൻ ഒരു പ്ലാറ്റ്ഫോമും കൂടിയും ആവശ്യമാണ്. ഓക്കെ, ഫോറക്സിൽ ട്രേഡ് ചെയ്യാൻ ബ്രോക്കർ മാത്രം പോരാ, ഒരു പ്ലാറ്റ്ഫോമും കൂടിയും ആവശ്യമാണ്. നമ്മൾ ട്രേഡിൻ്റെ എക്സിക്യൂഷനും കാര്യങ്ങളും എല്ലാം നടത്തുന്ന ട്രേഡ് എക്സിക്യൂഷൻ, അതായത് ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു ട്രേഡിലേക്ക് എക്സിറ്റ് ചെയ്യുന്നതോ ആയ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് MetaTrader 5 അല്ലെങ്കിൽ MT5 എന്നുള്ള പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ടാണ്. നമ്മളുടെ ബ്രോക്കർ JetFX ആണ്. ഓക്കെ, ബ്രോക്കർ JetFX ആണ്. ട്രേഡിംഗ് പ്ലാറ്റ്ഫോം MT5 ആയിരിക്കും. അത് JetFXന് മാത്രമല്ല, ഇങ്ങനെ ഒരുവിധം എല്ലാവർക്കും ഒരുവിധം മേജറായിട്ട് നിൽക്കുന്ന കാറ്റഗറി ലെവലിൽ വരുന്ന ഒരുവിധം ബ്രോക്കേഴ്സ് എല്ലാം ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ നല്ലൊരു ഫോറക്സ് വീഡിയോസും കാര്യങ്ങളും ചെക്ക് ചെയ്യുന്ന സമയത്ത്, യൂട്യൂബിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവർ യൂസ് ചെയ്യുന്നത് MT5 എന്ന പ്ലാറ്റ്ഫോം ആയിരിക്കും. ഒരുവിധം എല്ലാവരും 95% ആൾക്കാർ യൂസ് ചെയ്യുന്നത് MT5 എന്ന പ്ലാറ്റ്ഫോം ആയിരിക്കും. പക്ഷേ ബ്രോക്കർ വേറെ ആയിരിക്കും, കാരണം MT5 ബ്രോക്കറല്ല, വേറെ ബ്രോക്കറായിട്ട് ലിങ്ക് ചെയ്യണം. ഇപ്പോൾ JetFXൽ അക്കൗണ്ട് എടുത്തതിന് ശേഷം എങ്ങനെ MT5യുമായിട്ട് ലിങ്ക് ചെയ്യണം, അങ്ങനെ ലിങ്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് എൻട്രീസ് എടുക്കാൻ സാധിക്കുള്ളൂ, ട്രേഡ് എടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഇവിടെ സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4-5 മിനിറ്റേ ഉള്ളൂ, സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് വാച്ച് ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് MT5 അതുമായിട്ട് കണക്ട് ചെയ്യുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ സാധിക്കുള്ളൂ. റെക്കോർഡിങ്സ് ഇതിലുണ്ടായിരിക്കും കേട്ടോ, റെക്കോർഡിങ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളൊരു ആൻഡ്രോയിഡ് യൂസർ ആണെങ്കിൽ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിരിക്കില്ല. ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് MT5ൻ്റെ APK ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്യാപിറ്റൽ ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ അതെല്ലാം നമുക്ക് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ അക്കൗണ്ട് ഓപ്പണിങ്ങിൻ്റെ വീഡിയോ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ക്യാപിറ്റൽ എങ്ങനെ ആഡ് ചെയ്യണം, എങ്ങനെ ട്രേഡ്സ് എൻ്റർ ചെയ്യണം, എക്സിറ്റ് ചെയ്യണം, ആ കാര്യങ്ങൾ നമ്മൾ മാക്സിമം മൺഡേ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ മൺഡേ കമ്മ്യൂണിറ്റി ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ,
പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ നമുക്കൊരു ഇതൊക്കെ നിങ്ങൾ നോട്ടീസ് ബോർഡ് ഒന്ന് കൃത്യമായിട്ടൊന്ന് വായിച്ചോളൂ. അപ്പോൾ ഒരുപാട് ട്രേഡിങ്ങിന് പുറമെ നമുക്ക് മണി ഏൺസ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റിവാർഡ് പോയിൻറ്റ്സ് ഉണ്ട് നമ്മുടെ ജെറ്റ് എഫ് എക്സിൽ. റിവാർഡ് പോയിൻറ്റ്സ് അതായത് നമ്മളിപ്പോൾ ഒരു അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് $1 നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. അല്ലെങ്കിൽ ഇങ്ങനെ KYC ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്ട്രാ $1 വരും. ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു $1 വരും. പിന്നെ നമ്മൾ റെഫർ ചെയ്യുന്നതിനനുസരിച്ച് നമുക്കിങ്ങനെ കുറച്ച് പൈസ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ഇതെപ്പോഴാണ് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം, ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോന്ന് വരുന്നു പറഞ്ഞു. അതിനുശേഷം നമുക്കൊരു എമൗണ്ട് ട്രേഡ് ചെയ്യാൻ ഒരു എമൗണ്ട് ആവശ്യമാണല്ലോ. അറ്റ്ലീസ്റ്റ് ഒരു $50 ഉണ്ടെങ്കിൽ നമുക്ക് ട്രേഡിങ് പോസിബിലിറ്റി ഉള്ളൂ. ഇപ്പോൾ വല്ലാതെ ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് ട്രേഡിങ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് മണി ആഡ് ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് $50 എങ്കിലും ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ഫണ്ട് ആഡ് ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് ഈ റിവാർഡ് പോയിൻറ്റ്സ് കളക്ട് ചെയ്യാൻ സാധിക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഒരു $50 ആഡ് ചെയ്യുകയാണെങ്കിൽ, അപ്പം ഇതിലൂടെ നിങ്ങൾ ഏൺ ചെയ്ത ഒരു $3 അല്ലെങ്കിൽ $5 അല്ലെങ്കിൽ $10 ചേർന്നിട്ടായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിൽ കാണിക്കുക. അതായത് നിങ്ങൾക്ക് ഓൾറെഡി $10 റിവാർഡ് പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ $50 ആഡ് ചെയ്യുന്നതെങ്കിൽ 10 + 50 ഒരു $60 ആയിട്ടായിരിക്കും നിങ്ങളുടെ ബാലൻസ് ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ റിവാർഡ് കിട്ടുന്നതുണ്ട്. ഇപ്പോൾ വെറുതെ നമുക്ക് റിവാർഡ് കിട്ടില്ല. ഇപ്പോൾ റിവാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യണം. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള പ്രൂഫും കാര്യങ്ങളും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഇവിടെ കണ്ടോ, ഒരു ഗൂഗിൾ ഫോം എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഗൂഗിൾ ഫോമിലൊക്കെ കൊടുത്തിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ പുതിയ കാര്യങ്ങളാണ് പറയണതെന്ന് പറഞ്ഞു. ആ സമയത്ത് എന്ത് ഡൗട്ട് വരാണെങ്കിലും എന്ത് ഡൗട്ടാണെങ്കിലും ക്യാപിലടിൻ്റെ വീഡിയോ ഉണ്ട്. $10 പറ്റുമെന്ന് വെച്ചാൽ $50 മിനിമം വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഡൗട്ട് വരുന്ന സമയത്തൊക്കെ ഇവിടെ മെൻറ്റേജ് ചാർട്ട് ഉണ്ട്. അത് പിന്നെ സമയമൊന്നുമില്ല. അപ്പോൾ 24 hours നിങ്ങൾക്ക് എപ്പോൾ ആണെങ്കിലും അവിടെ മെസ്സേജ് അയച്ചിടാം. ഇപ്പോൾ മെൻറ്റേജ് അവൈലബിൾ ആവുന്ന സമയത്ത് ആയിരിക്കും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരുന്ന സമയത്ത് അത് മനസ്സിൽ പിടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡൗട്ട് വരികയാണെങ്കിൽ അപ്പോൾ ചോദിക്കുക. ഇപ്പോൾ ആ സമയത്ത് മെൻറ്റർ അവൈലബിൾ അല്ലെങ്കിൽ മെൻറ്റർ അവൈലബിൾ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ റിപ്ലൈ തരും, ഉറപ്പായിട്ടും തരും. ഓക്കെ, പിന്നെ നമ്മൾ പുതിയൊരു കമ്മ്യൂണിറ്റിയിലേക്കാണ് വന്നിട്ടുള്ളത്. പുതിയ കമ്മ്യൂണിറ്റിയിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രൈവറ്റ് മെസ്സേജസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള പല മെൻറ്റേഴ്സും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കാൻ, ചിലപ്പോൾ എല്ലാവരും നല്ലതായിരിക്കും, എല്ലാവരും നല്ല മനസ്സോട് കൂടിയിട്ട് തന്നെയായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കുക. എന്നാലും നമുക്കതിൻ്റെ ഇടയിൽ ചിലപ്പോൾ സ്കാമുകളും കാര്യങ്ങളും നേരിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജെറ്റ് എഫ് എക്സിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും പ്രൈവറ്റ് മെസ്സേജസ് അങ്ങോട്ട് വരില്ല. അതുപോലെ തന്നെ പൈസ ചോദിച്ചുകൊണ്ടുള്ള യാതൊരുവിധ മെസ്സേജസും ജെറ്റ് എഫ് എക്സിൻ്റെ ഭാഗത്തു നിന്നും നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. ഇപ്പം ഇൻ കേസ് അങ്ങനെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് സഹിതം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതായത് ആരെങ്കിലും പൈസ ചോദിച്ചുകൊണ്ട് എന്തെങ്കിലും മെസ്സേജസ് അയക്കുകയാണെങ്കിൽ അതിന് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. ജെറ്റ് എഫ് എക്സ് ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജസ് അയക്കില്ല. ബോണസ് അവൈലബിൾ ആയിരിക്കും, പേടിക്കണ്ട. അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളും അങ്ങനെ ഒന്നുമില്ല. ബോണസ് നമുക്ക് റിട്ടീൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ നമ്മളുടെ 1 lakh കോമ്പറ്റീഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ നോട്ടീസ് ബോർഡും അനൗൺസ്മെൻറ്റ് നിർബന്ധമായിട്ട് ഡിസ്കോഡ് ലിങ്ക് ഷെയർ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഷെയർ ചെയ്യാം. അപ്പോൾ നോട്ടീസ് ബോർഡും അനൗൺസ്മെൻറ്റും നിങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ ഇതിൽ 1 lakh കോമ്പറ്റീഷൻ ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്. ഇപ്പോൾ നിങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ട്രേഡ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കിതിന് ജോയിൻ ചെയ്യാവുന്നതാണ്. അതല്ല, നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ജോയിൻ ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. കോമ്പറ്റീഷൻ നമുക്ക് ഇനിയും വരും. എല്ലാ മന്തും ഇവിടെ കോമ്പറ്റീഷൻ, ഒരുവിധം എല്ലാ മന്തും ഇവിടെ കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ റൂൾസും കാര്യങ്ങളും കോമ്പറ്റീഷൻ്റെ അണ്ടറിൽ റൂൾസ് ഫോം എന്നുള്ള രീതിയിലൊക്കെ ഇവിടെ എടുക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ഇപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടില്ല, ഡൗട്ട് ഉണ്ട്, ഇവിടെ ഉണ്ടോ ഫോറക്സിൻ്റെ അണ്ടറിൽ ജനറൽ ചാറ്റ് ഉണ്ട്, മെൻറ്റർ ചാറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. ഇവിടെ നമ്മുടെ സുജിൻ സാറുണ്ട്. ആൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യുന്നതിനും തീർക്കുന്നതിനും വേണ്ടിയിട്ട്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഡിസ്കോഡിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യും കേട്ടോ. ഇപ്പോൾ ഇത് ഡിസ്കോഡ് ഏകദേശം നമുക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാം.
ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോറക്സിൽ ഒരുപാട് ഇവിടെ എന്താ നമ്മൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിൽ അവിടെ സ്റ്റോക്കുകളെയാണല്ലോ ട്രേഡ് ചെയ്യുന്നത്. സ്റ്റോക്കുകളെ ടാറ്റ മോട്ടോഴ്സ്, റിലയൻസ് പോലത്തെ സ്റ്റോക്കുകളെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ സ്റ്റോക്കുകളല്ല, അവിടെ ട്രേഡിങ് ചെയ്യുന്നത് എന്തിനാണ്? പെയറുകളെയാണ്. എന്ത് പെയർ? ഫോറക്സ് പെയേഴ്സിനാണ്. ഓക്കെ, അതായത് ഒരു ഫോറക്സിൽ ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളൊരു ഇവിടെ കണ്ടോ, ഇത് നമ്മളെടുത്ത് ട്രേഡിംഗ് വ്യൂ എന്നുള്ള ഒരു വെബ്സൈറ്റാണ് യൂസ് ചെയ്യുന്നത്. ചാർട്ടും കാര്യങ്ങളും ട്രേഡും അനലൈസ് ചെയ്യുന്നതിനൊക്കെ ട്രേഡിംഗ് വ്യൂ. അപ്പോൾ നമ്മളുടെ ബ്രോക്കർ ഏതായിരുന്നു? ജെറ്റ് എഫ് എക്സ് ആയിരുന്നു നമ്മുടെ ബ്രോക്കർ. നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഏതാ? MT4 ആയിരുന്നു. അപ്പോൾ ജെറ്റ് എഫ് എക്സും MT4ഉം തമ്മിൽ ലിങ്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി ട്രേഡ് ചെയ്യുന്ന വെറുതെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. വെറുതെ ട്രേഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ടായിരിക്കും. സ്ട്രാറ്റജീസിന് വേണ്ടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കേണ്ടിയിരിക്കും. അപ്പോൾ സ്ട്രാറ്റജി ഒക്കെ പഠിച്ചിട്ട് ഈ സ്ട്രാറ്റജി എവിടെയാണ് അനലൈസ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഇത് എവിടെയാണ് സ്ട്രാറ്റജി കാര്യം ചാർട്ട് ചെക്ക് ചെയ്യണ്ടേ? ചാർട്ട് ഇല്ലാതെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതായത് ഇപ്പോൾ യൂറോ USDയിൽ വെറുതെ എവിടെയെങ്കിലും കയറിയിട്ട് നമുക്ക് ബൈ എൻട്രിയോ സെൽ എൻട്രിയോ എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റാണ്. ഇപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നമുക്ക് ബിഗിനേഴ്സ് ഉണ്ടായിരിക്കും, അറിയുന്ന ഓൾറെഡി ട്രേഡ് ചെയ്യുന്നവർക്ക് അറിയാം. എന്തായാലും നമ്മൾ ട്രേഡിംഗ് വ്യൂ തന്നെയായിരിക്കും ഉപയോഗിക്കുകയാണ്. അപ്പോൾ ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതേകൂടെ ഉണ്ടോ, tradingview.com. അതിൻ്റെ ഉള്ളിൽ ഞാൻ വെറുതെ ഒന്ന് എടുത്ത് കാണിച്ചു തരാം സിമ്പിളായിട്ട്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ട്രേഡിംഗ് വ്യൂ എന്നൊന്ന് സെർച്ച് ചെയ്യുക. ട്രേഡിംഗ് വ്യൂ എന്ന് മാത്രം അവിടെ ഞാൻ സെർച്ച് ചെയ്യുന്നുള്ളൂ. എങ്ങനെ ട്രേഡിംഗ് വ്യൂ എന്ന് സെർച്ച് ചെയ്യുന്നു? ചാർട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ട്രേഡിംഗ് വ്യൂവിൻ്റെ ഉള്ളിൽ ഫസ്റ്റത്തെ വെബ്സൈറ്റ് തന്നെ ഓപ്പൺ ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ ഫസ്റ്റത്തെ വെബ്സൈറ്റ് തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിൽ പ്രൊഡക്ട്സ്, കമ്മ്യൂണിറ്റി, മാർക്കറ്റ്, ന്യൂസ്, ബ്രോക്കേഴ്സ് എക്സെട്ര ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ പ്രൊഡക്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒന്ന് ലോഡ് ആയിക്കോട്ടെ. പ്രൊഡക്ട്സിൽ ക്ലിക്ക് ചെയ്യുക. പ്രൊഡക്ട്സിൽ സൂപ്പർ ചാർട്ട്സ് ഉണ്ടാവും. പ്രൊഡക്ട്സിൽ എന്തുണ്ടാവും? സൂപ്പർ ചാർട്ട്സ് ഉണ്ടാവും. ആ സൂപ്പർ ചാർട്ട്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതായത് ഇതിപ്പോൾ നമ്മൾ ഒരു ചാർട്ട് എന്ന് പറഞ്ഞാലേ ഇപ്പോൾ അതിൻ്റെ ഡാറ്റ ഇതിലിങ്ങനെ ക്യാൻഡിൽ സ്റ്റിക്സ് ചാർട്ട് എന്നുള്ള രീതിയിൽ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ബിഗിനേഴ്സ് ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കില്ല, പക്ഷെ ഓൾറെഡി ട്രേഡ് ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും. അതായത് ഇവിടെ കാണിക്കുന്നത് റൈറ്റ് സൈഡിൽ ബോട്ടമായിട്ട് കാണിക്കുന്നത്, ബോട്ടം വിൻഡോയിൽ കാണിക്കുന്നത് ടൈം ആയിരിക്കും. ലെഫ്റ്റ് റൈറ്റ് ടൈം മുന്നോട്ട് പോകുന്ന രീതിയിലായിരിക്കും കാണിക്കുക. അപ്പം ഈ ഒരു വിൻഡോയിൽ കാണിക്കുന്നത് അതിൻ്റെ പ്രൈസാണ്. ഓക്കെ, അതിൻ്റെ പ്രൈസാണ് $1.08000 സംതിങ് എന്നുള്ള രീതിയിലാണ് ഇവിടെ കാണിക്കുക. അപ്പോൾ ഓരോ സെക്കൻഡ് മൂവ് ചെയ്യുമ്പോഴും, ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ് കാണാത്തവരാണെങ്കിൽ കണ്ടിട്ട് വരണം കേട്ടോ. ഓക്കെ, നമ്മൾ ഓരോ ഫോറക്സ് പെയറുകളെ പഠിച്ചിട്ടുണ്ടായിരുന്നു, മേജർ പെയർസ് എന്നുള്ള രീതിയിൽ. അപ്പോൾ യൂറോ USD എന്ന് പറയുന്നത് ഒരു മേജർ പെയറാണ്. അപ്പോൾ യൂറോ USD എന്ന് പറയുന്നത് ഒരു മേജർ പെയറാണ് കേട്ടോ. യൂറോ USD ഇതെനിക്ക് എഴുതാൻ മടിയായതുകൊണ്ട് മാത്രം അങ്ങനെ കൊടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെ കൊടുക്കരുത്, എന്നാലും പറയാണ്. യൂറോ USD എന്ന് പറഞ്ഞാൽ ഒരു മേജർ പെയറാണ്. അപ്പോൾ ഇത് വാങ്ങലും വിൽക്കലും നടക്കുമ്പോൾ എന്താ അവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? ബിസിനസ് അല്ല സംഭവിക്കുന്നത്. കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയിട്ട് കൂടിയ വിലയ്ക്ക് വിൽക്കുക, അല്ലെങ്കിൽ കൂടിയ വിലയ്ക്ക് വിറ്റിട്ട് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുക എന്നുള്ള രീതിയിലുള്ള ബിസിനസ്സുകളാണ് ഇവിടെ സംഭവിക്കുന്നത്. അങ്ങനെ ബിസിനസ് സംഭവിക്കുമ്പോൾ നമുക്ക് അറിയണ്ടേ എത്ര രൂപയ്ക്കാണ് വാങ്ങുന്നത്, എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പം അതിൽ വരുന്ന ഡിഫറൻസ് ആണല്ലോ ലാഭം നഷ്ടമൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് എത്രയും ഈസി ആയിട്ട് കാണിച്ചു തരുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഈ ചാർട്ട്. ഇതിനെ ക്യാൻഡിൽ സ്റ്റിക്സ് ചാർട്ട് എന്നാണ് പറയുക. ക്യാൻഡിൽ സ്റ്റിക്സ് ചാർട്ട് എന്ന് പറയാൻ കാരണം ഇതിൽ ഓരോ ഇതിൻ്റെ കണ്ടോ, ഇപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ള ടൈം ഫ്രെയിം 1 hour. അതിൻ്റെ അർത്ഥം ഓരോ 1 hourലും ഇതുപോലത്തെ ഒരു ഷേപ്പ് രൂപപ്പെടും. ഈ ഒരു ഷേപ്പിനെയാണ് ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ ഇൻഡിവിജ്വൽ ക്യാൻഡിൽ സ്റ്റിക്കുകളും ചേർന്നതാണ് ക്യാൻഡിൽ സ്റ്റിക്സ് ചാർട്ട്. അപ്പോൾ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് നമുക്ക് കാണിച്ചു തരുന്നത് എന്തായിരിക്കും? ഇപ്പോൾ ഈ ഒരു സമയം ഇതിപ്പോൾ 7:30 മുതൽ 8:30 വരെ യൂറോ USD എന്ന പെയറിൽ നടന്ന ട്രാൻസാക്ഷൻസ്. നമുക്ക് ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ടാവില്ല, ഓരോ സെക്കൻഡിലും മില്യൺസും ബില്യൺസും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നമുക്ക് ഇങ്ങനെ ഓരോ റെസിപ്റ്റുകളായിട്ട് അല്ലെങ്കിൽ സ്പ്രെഡ്ഷീറ്റ് പോലുള്ള ഡാറ്റ ആയിട്ട് കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല. അത് അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവം. അപ്പോൾ ആ കോംപ്ലക്സിറ്റി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, നമ്മൾ പൈ ചാർട്ടുകൾ കണ്ടുണ്ടാവില്ലേ, അതുപോലെ തന്നെ ഒരു കൈൻഡ് ഓഫ് ചാർട്ടാണ് ഈ ക്യാൻഡിൽ സ്റ്റിക്സ് ചാർട്ട്. ഇപ്പോൾ ഇതിൽ ഓരോ ക്യാൻഡിലും കാണിച്ച് തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റയാണ്. എത്ര സമയത്തെ ഡാറ്റ? ഓക്കെ, ഇവിടെ ഞാൻ 1 hour സെലക്ട് ചെയ്തുകൊണ്ട് ഇത് 1 hour ഡാറ്റയാണ് ഓരോ ക്യാൻഡിലും കാണിച്ചു തരുന്നത്. അപ്പോൾ മറിച്ച് ഞാൻ ഡെയിലി ടൈം ഫ്രെയിം അല്ലെങ്കിൽ D കൊടുക്കുകയാണെങ്കിൽ
ഓരോ ക്യാൻഡിലും കാണിച്ചു തരുന്നത് ഒരു ദിവസത്തെ കംപ്ലീറ്റ് ഡാറ്റേനെയാണ് സൂചിപ്പിക്കുന്നത്, ഒരു ദിവസത്തെ കംപ്ലീറ്റ് ഡാറ്റയാണ്. ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ 2 നിറത്തിലുള്ള ക്യാൻഡിൽസ് കാണാൻ സാധിക്കും, 2 നിറത്തിലുള്ളത്. ഒന്ന് ഗ്രീൻ കളറും, ഓക്കെ, ഒന്ന് ഗ്രീൻ കളറും മറ്റൊന്ന് റെഡ് കളറായിരിക്കും. ഓക്കെ, ഒന്ന് ഗ്രീൻ കളറും മറ്റൊന്ന് റെഡ് കളറായിരിക്കും. അപ്പോൾ ഗ്രീൻ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിലുള്ള കളറുകളുണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റത്തേനെ ഗ്രീൻ കളറുള്ള ആ ഡാറ്റ സൂചിപ്പിക്കുന്ന ആ സ്ട്രക്ചറിനെ ഗ്രീൻ ക്യാൻഡിൽ എന്ന് വിളിക്കും, അല്ലെങ്കിൽ എന്ത് വിളിക്കും, അല്ലെങ്കിൽ നമുക്ക് ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് വിളിക്കും. ഒന്നില്ലെങ്കിൽ നമ്മൾ ഗ്രീൻ ക്യാൻഡിൽ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് വിളിക്കും. ഒറ്റ മിനിറ്റ്, നമുക്ക് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഫോർ എക്സാമ്പിൾ ഇതൊരു ഗ്രീൻ ക്യാൻഡിലാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഗ്രീൻ ക്യാൻഡിലാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇത് ക്യാൻഡിൽ എന്ന് പറയുന്ന സംഭവത്തിൽ ഈ ഒരു വര പോലത്തെ ഒരു ഭാഗം ഉണ്ടാവും. ഓക്കെ, ചിലപ്പോൾ വര പോലത്തെ ഭാഗം ഉണ്ടാവാം, 2 സൈഡിലുണ്ടാവാം. കണ്ടോ, ഇവിടെ 2 സൈഡിലും വര പോലത്തെ ഭാഗമുണ്ട്. ചിലപ്പോൾ വര പോലത്തെ ഭാഗം ഉണ്ടായിന്ന് വരില്ല. പക്ഷേ ഒരു ഐഡിയൽ ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ 2 സൈഡിലും വര പോലത്തെ ക്യാൻഡിൽ ഉണ്ടാവും. ഇപ്പോൾ 2 സൈഡിലും വര അല്ലെങ്കിൽ ഷാഡോ ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അതൊരു മോശം ക്യാൻഡിൽ എന്നല്ല. ഞാൻ പറഞ്ഞ ക്യാൻഡിലിൻ്റെ ഭാഗങ്ങൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഈ വര പോലത്തെ ഭാഗം അല്ലെങ്കിൽ ഈ ഷാഡോനെ വിക്ക് എന്നാണ് പറയുക. വിക്ക്, ഇപ്പോൾ ജോൺ വിക്ക് എന്ന് പറയില്ലേ, അതേപോലെ വിക്ക് എന്നാണ് പറയുക. ഷാഡോ എന്ന് വിളിച്ചാലും തെറ്റില്ല. അപ്പോൾ ഈ ഷാഡോ അല്ലാത്ത ഈ ഭാഗം ബോഡി എന്നാണ് പറയാം. ബോഡി ആൻഡ് വിക്ക്. അപ്പോൾ ഈ ബോഡിയും വിക്കും ചേർന്നതാണ് ഈ ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയും. ഓക്കെ, എന്തോ ഒന്നുകൂടി പറയേണ്ടതെന്ന് പറയോ? ഓക്കെ, നിഹാൽ ഒന്ന് എക്സിറ്റ് ചെയ്തിട്ട് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ലോഗ് ഔട്ട് ചെയ്ത് ലിങ്ക് വീണ്ടും ഉപയോഗിച്ച് ജോയിൻ ചെയ്ത് നോക്കിയോളൂ. ഓക്കെ, അപ്പോൾ ക്യാൻഡിൽ സ്റ്റിക്സ് എന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞ ഡാറ്റയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതിൽ നോക്കിയിട്ട് ഇപ്പോൾ എനിക്ക് ഡാറ്റ ഒന്നും മനസ്സിലാവണമല്ലോ. ഇപ്പോൾ ഒരു കളറുണ്ട്, വിക്ക് ഉണ്ടെന്ന് പറഞ്ഞു, ബോഡി ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇത് ഇപ്പോൾ എങ്ങനെയാണ് ഡാറ്റയാണെന്ന് മനസ്സിലാക്കുക? അത് നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്സ് എന്താണെന്ന് അറിയണം. ഇപ്പോൾ ഇതൊരു ഗ്രീൻ കളർ ക്യാൻഡിലാണ്. ഇപ്പോൾ ഈ ക്യാൻഡിൽ എന്താ കാണിച്ചു തരാം? ഇപ്പോൾ 1 hour ക്യാൻഡിലാന്ന് പറഞ്ഞു. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു ഡെയിലി ടൈം ഫ്രെയിം എടുത്തിട്ടുള്ളതെന്ന് വിചാരിക്കും. ഇപ്പോൾ ഡെയിലി സെലക്ട് ചെയ്താൽ ഡെയിലി ടൈം ഫ്രെയിം. ഇപ്പോൾ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഡെയിലിയും 1 hour മാത്രമല്ല, 1 second 5 second അതൊക്കെ ഉണ്ട്. 1 minute 2 minute 1 hour 30 days കണ്ടോ, 30 day ഉണ്ട്, 1 day ഉണ്ട്. അപ്പോൾ നമ്മൾ മേജറി ആയിട്ട് യൂസ് ചെയ്യുന്നത് 1 hour ടൈം ഫ്രെയിം ആയിരിക്കും, അല്ലെങ്കിൽ 50 minute ആയിരിക്കും, 30 minute ആയിരിക്കും, അങ്ങനെയൊക്കെയാണ്. ഒരുപാട് ചെറിയ ടൈം ഫ്രെയിം നമ്മൾക്ക് പോകാറില്ല. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഡേ ടൈം ഫ്രെയിം എടുത്തിട്ടുള്ളത് പറയാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ ഒരു ഡെയിലി ടൈം ഫ്രെയിം എന്നുള്ള രീതിയിൽ എടുത്തപ്പോൾ എനിക്ക് ഇന്നത്തെ ദിവസം, ഇപ്പോൾ എത്ര 22 21 ഇപ്പോൾ അല്ലെങ്കിൽ വേണ്ട, ഇപ്പോൾ ഒരു 19 എന്ന ദിവസം എനിക്ക് കിട്ടിയത് ഇങ്ങനെ ഒരു ഗ്രീൻ ക്യാൻഡിലാണ്. ഇപ്പോൾ ഒരു ദിവസത്തെ ഡാറ്റയാന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ നോക്കിയിട്ട് എങ്ങനെ ഒരു ദിവസത്തെ ഡാറ്റ ഞാൻ മനസ്സിലാക്കണം? അപ്പോൾ അതായത് ഇതിന് നേരെ ക്യാൻഡിൽ ഇപ്പോൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ക്യാൻഡിലും നേരെ ഇപ്പോൾ ഇവിടെ ഒരു ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിന് പ്രൈസ് കാണിക്കും. താഴെയുള്ള പ്രൈസ് 1.1000028 പ്രൈസ് ഇവിടെയോട്ടോ കാണിക്കുക. അപ്പോൾ ഇവിടെ അടിയിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നേരെ പ്രൈസ് കാണിക്കും. അപ്പോൾ അതിൻ്റെ മുകളിൽ കൊണ്ടുവച്ചാലും പ്രൈസ് കാണിക്കും. അപ്പോൾ എവിടെ കൊണ്ടുവച്ചാലൊക്കെ പ്രൈസ് അവൈലബിൾ ആണ് നമുക്ക്. ഞാൻ പറഞ്ഞു റൈറ്റ് സൈഡിലുള്ള ടൂൾ ബാറിൽ കാണിച്ചു തരുന്നത് പ്രൈസാണ്. അപ്പോൾ ഒരു ക്യാൻഡിലിൻ്റെ ഡാറ്റ എന്താ സൂചിപ്പിക്കുന്നത്, അതായത് റഫായിട്ടൊരു ക്യാൻഡിൽ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒറിജിനൽ ക്യാൻഡിൽ പോയിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഈ ക്യാൻഡിൽ ഗ്രീൻ കളർ ക്യാൻഡിലിനെ കുറിച്ചാണ് ആദ്യം പറയാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുന്നത് ഇവിടെയായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നേ ദിവസം ട്രേഡ് ചെയ്യാൻ ആരംഭിച്ച പ്രൈസ്. ഇപ്പോൾ ഓപ്പൺ എന്നർത്ഥമാക്കുന്നത് എന്താ? ഇന്നേ ദിവസം ട്രേഡ് ചെയ്യാൻ ആരംഭിച്ച പ്രൈസ്. അത് ഡെയിലി ടൈം ഫ്രെയിം ആയതുകൊണ്ടാണ് ഇന്നേ ദിവസം എന്ന് ഞാൻ പറഞ്ഞത്. മറിച്ച് ഇത് 1 hour ടൈം ഫ്രെയിം ആണെങ്കിലോ 1 hour ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചാർട്ട് മാറിപ്പോകും. ഇപ്പോൾ ഞാൻ പകരം 1 hour ഇട്ടു എന്ന് വിചാരിക്കുക. ഇപ്പോൾ 1 hour ടൈം ഫ്രെയിം ഇട്ടു എന്ന് വിചാരിക്കുക. 1 hour ടൈം ഫ്രെയിം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഒരു 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ അപ്പോൾ 1 hour ടൈം ഫ്രെയിം ഞാൻ ഇട്ടു. ഇപ്പോൾ 7 മണിക്കാണ് ക്യാൻഡിൽ ഉണ്ടാവാൻ തുടങ്ങുന്നത്, 8 മണിക്കാണ് ആ ക്യാൻഡിൽ കംപ്ലീറ്റ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ കറക്റ്റ് 7 മണിക്ക് എവിടെയാണോ പ്രൈസ് അതായിരിക്കും ഈ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ബോഡിയുടെ താഴ്ഭാഗം സൂചിപ്പിച്ചു തരുന്നത്. ഓക്കെ, ബോഡിയുടെ താഴ്ഭാഗം സൂചിപ്പിച്ചു തരുന്നത്.
ഇപ്പോൾ 8 മണിക്കാണല്ലോ ക്യാൻഡിൽ ക്ലോസ് ആവുക, 8 മണിക്കാണല്ലോ ക്യാൻഡിൽ ക്ലോസ് ആവുക. അപ്പോൾ 7 മണി മുതൽ 8 മണി വരെയുള്ള സമയത്ത് ഉണ്ടാവുന്ന ഡാറ്റയുടെ ഒരു ക്യാൻഡിലാണ് ഞാൻ അവിടെ കൊടുക്കുന്നത് എന്ന് കരുതുക. അപ്പോൾ ഓപ്പണിംഗ് ഓയാണ് ഇതിൻ്റെ താഴ്ഭാഗത്തുള്ള ഓപ്പണിംഗ്. അപ്പോൾ 8 മണിയാകുമ്പോൾ അത് ക്ലോസ് ചെയ്യും. ബിക്കോസ് 1 അവർ ടൈം ഫ്രെയിമാണ് യൂസ് ചെയ്യുന്നത്, 1 അവർ. ഇപ്പോൾ 7 മണി മുതൽ 8 മണി വരെയായിരിക്കും ആ ക്യാൻഡിൽ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം. അതായത് 7 മണി മുതൽ 8 മണി വരെയുള്ള സമയത്തിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന ബൈ ആൻഡ് സെൽ ഓർഡേഴ്സ്, ഓക്കെ, ബൈ ആൻഡ് സെൽ ഓർഡേഴ്സുമായിട്ട് സംഭവിക്കുമ്പോണ്ടാവുന്ന ചേഞ്ചും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഡാറ്റാബേസ് പ്രകാരമാണ് ഈ ക്യാൻഡിൽ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ 8 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ബോഡിയുടെ ഏറ്റവും ഉയരത്തിലുള്ള ഭാഗമാണ് ക്ലോസിങ്. ഓക്കെ, അപ്പോൾ ഈ വര ബോഡിയല്ലേ? അല്ല, വര ബോഡിയല്ല, അത് വിക്കാണ്. ഓക്കെ, വിക്ക് വേറെ ബോഡി വേറെ. വിക്കും ബോഡിയും ചേർന്നതാണ്, ഓക്കെ, വിക്കും ബോഡിയും ചേർന്നതാണ് ക്യാൻഡിൽ. അപ്പോൾ ബോഡിയുടെ താഴ്ഭാഗം ഓപ്പണിങ്, ബോഡിയുടെ മുകൾ ഭാഗം ക്ലോസിങ്. അപ്പോൾ എന്തിനാ വിക്കിൻ്റെ ആവശ്യം? വിക്ക് എന്തിനാ വരയ്ക്കേണ്ട ആവശ്യം? അല്ലെങ്കിൽ വിക്ക് ഇമ്പോർട്ടൻ്റ് അല്ലേ? വിക്കിൽ പ്രൈസ് ഇല്ലേ? വിക്കിൽ എന്താ ട്രേഡ്സ് ഇല്ലേ? ഉണ്ട്. വിക്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ബോഡിയുടെ താഴ്ഭാഗം ഓപ്പണിംഗ് ആണെന്ന് പറഞ്ഞു, ബോഡിയുടെ ഉയർന്ന ഭാഗം ക്ലോസിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്തായിരിക്കും? ഈ ലോവസ്റ്റ് ഷാഡോ ഇതെന്തായിരിക്കും? ഈ ഒരു വിക്കിൻ്റെ അടിഭാഗം എന്തായിരിക്കും? അതിനെ ലോ എന്ന് വിളിക്കാം. എന്താ ലോ എന്ന് വിളിക്കാൻ? എന്താ എളുപ്പമല്ലേ? ഏറ്റവും താഴ്ന്ന ഭാഗം, അതുകൊണ്ട് ലോ എന്ന് വിളിക്കുന്നു. അതായത് 7 മണി മുതൽ 8 മണി വരെയുള്ള സമയത്തിൻ്റെ ഉള്ളിൽ ആ നമ്മളെടുത്ത യൂറോ USD എന്നുള്ള പെയർ സഞ്ചരിച്ച ഏറ്റവും കുറഞ്ഞ പ്രൈസ്. ഒരു മാർക്കറ്റ് ആകുമ്പോൾ പ്രൈസ് കയറി ഇറങ്ങി ഒക്കെ ഇങ്ങനെ നിൽക്കില്ലേ? കയറി ഇറങ്ങി നിൽക്കും. അപ്പോൾ ഏറ്റവും ആ ഒരു ടൈം പീരീഡിൻ്റെ ഉള്ളിൽ ഉണ്ടായ ഏറ്റവും താഴ്ന്ന പ്രൈസാണ് ഈ ലോ എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതെന്തായിരിക്കും? ഇതിനെ പറയുന്ന പേരാണ് ഹൈ. ഇതിനെ പറയുന്ന പേരെന്താ? ഹൈ. ഇപ്പോൾ ക്യാൻഡിൽ സ്റ്റിക്സ് അറിയാത്തവരാണെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്ക് എടുക്കുക, ജസ്റ്റ് ഒരു പച്ച ക്യാൻഡിൽ വരച്ച് വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യണം. നമ്മളിങ്ങനെ മാർക്ക് ചെയ്യണം: ഓപ്പണിംഗ്, ക്ലോസിങ്, ലോ, ഹൈ എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്യണം. ഓപ്പണിംഗ് എന്താ? ഒരു ടൈം പീരീഡ് എഴുതി വയ്ക്കുക, തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പീരീഡ് എഴുതി വെച്ചോളൂ. അപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചതിന് ശേഷം വോയിസ് ബ്രേക്ക് ആവുണ്ടോ? വോയിസ് ഒരു മിനിറ്റ്. ഓക്കെ, വോയിസിൽ നിന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ഒരു ക്യാൻഡിലാവുമ്പോൾ വിക്ക് ഉണ്ടായിരിക്കും, ബോഡി ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? ഒരു പ്രത്യേക പോയിന്റിൽ ഓപ്പൺ ചെയ്യുന്നു, ഒരു പോയിന്റിൽ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ വിക്ക് സൂചിപ്പിക്കുന്നത് എന്താ? ഒരു ക്യാൻഡിലിൻ്റെ ലോവസ്റ്റ് പോയിൻറ്റും ഒരു ക്യാൻഡിൽ സംഭവിച്ച ലോവസ്റ്റ് പോയിൻറ്റും അതേപോലെ തന്നെ ഒരു ക്യാൻഡിൽ സംഭവിച്ച ഹയസ്റ്റ് പോയിൻറ്റും, ഇതൊക്കെ പ്രൈസുകളാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് എന്ന് മാത്രമല്ല ഉദ്ദേശിക്കേണ്ട, ഓപ്പൺ ചെയ്ത പ്രൈസ്, ആ പർട്ടിക്കുലർ ടൈം പീരീഡിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്ത പ്രൈസ്. ഓക്കെ, ആ സമയത്ത് ക്ലോസ് ചെയ്ത പ്രൈസ്, ഏറ്റവും ഉയർന്ന പ്രൈസ്, ഏറ്റവും താഴ്ന്ന പ്രൈസ്. ഇപ്പോൾ 7 മണി മുതൽ 8 മണി വരെയാണ് ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഉണ്ടാവുക. ഇപ്പോൾ 8 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ 8 മണി ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇത് ക്ലോസ് ആവും, ഇത് അവസാനിക്കും, ഈ ഡാറ്റ തീർന്നു. നെക്സ്റ്റ് 1 അവർ സ്റ്റാർട്ടാവും, 1 അവർ ക്യാൻഡിൽ സ്റ്റാർട്ടാവും. അത് 8 മണിക്ക് സ്റ്റാർട്ടാവും, അത് 9 മണിയാകുമ്പോൾ നമുക്ക് ഇതുപോലെ ക്യാൻഡിൽ കിട്ടും. എല്ലാ ക്യാൻഡിൽസും ഈ ഷേപ്പിലുള്ളതായിരിക്കില്ല. എല്ലാ പച്ച ക്യാൻഡിൽസും കണ്ടോ, ഇവിടെ പച്ച ക്യാൻഡിൽസ്, ഇവിടെ തൊട്ട് ഇവിടം വരെ കുറേ പച്ച ക്യാൻഡിൽസാണ്, പച്ച ക്യാൻഡിൽസ് മാത്രമാണ്. അത് വിചാരിച്ച് എല്ലാതിൻ്റെ ഷേപ്പും സൈസും രൂപവും ഒരുപോലെയല്ല, ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മളെല്ലാവരും ഒരേപോലെ അല്ലല്ലോ, ഓരോ കാര്യങ്ങളുണ്ടാവില്ലേ, പല ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഓരോ ക്യാൻഡിലിനും ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും. നമ്മളത് പതുക്കെ പഠിക്കും. ഞാനിതിൽ റാൻഡായിട്ട് ഇവിടെ ഒരു റാൻഡായിട്ട് ഈ ഒരു ക്യാൻഡിൽ എടുക്കുകയാണെങ്കിൽ, ഇത് ഇവിടെ ഓപ്പൺ ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു, താഴെ ഇവിടെ വരെ സഞ്ചരിച്ചിട്ടുണ്ടാകുന്നു, മുകളിൽ ഇവിടെ വരെ സഞ്ചരിച്ചു, വാട്ടെവർ. ഓപ്പൺ ടു ക്ലോസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് മുകളിലോട്ട് പോയിട്ടാണ് ക്ലോസ് ചെയ്തത്. അതായത് അതിൻ്റെ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ മുകളിലോട്ടാണ്. ഞാൻ ഒരു ആരോ ആണ് കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൻ്റെ ഓവറോൾ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ മുകളിലോട്ടാണ്. അതായത് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നു. ബിക്കോസ് ഈ ക്യാൻഡലിൻ്റെ ഓവറോൾ ഡയറക്ഷൻ മുകളിലോട്ടാണ്. അപ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനെ മറ്റൊരു പേരിട്ട് വിളിക്കാറുണ്ട്. ഇതിനെ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ത് വിളിക്കുക, അല്ലെങ്കിൽ ഫോറക്സ് മാർക്കറ്റിൽ, അല്ലെങ്കിൽ ട്രേഡിങ്ങിൽ ഈ ഒരു സംഭവത്തിനെ, ഈ ഒരു സെനാരിയോനെ ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് വിളിക്കാറ്. ബുള്ളിഷ് ക്യാൻഡിൽ. ഓക്കെ,
ഇത് ഗ്രീൻ ക്യാൻഡിൽസിനെ ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് വിളിക്കുന്നു. ബിക്കോസ് താഴെ ഓപ്പൺ ചെയ്തു, മുകളിൽ ക്ലോസ് ചെയ്തു. അതായത് അതിൻ്റെ ഡയറക്ഷൻ മുകളിലോട്ടാ. ഒരു ബുള്ള് അതിൻ്റെ ഓപ്പോസിറ്റ്, ഇപ്പോൾ നമ്മൾ ഒരു സ്പാനിഷ് ഇപ്പോൾ ഗെയിംസൊക്കെ കണ്ടിട്ടില്ലേ, ഒരു ബുള്ളിങ്ങനെ കുത്താൻ വരുന്നതൊക്കെ, അതെന്താ അതിനെ ശത്രു എന്ന് കരുതുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്തെങ്കിലും റിവെഞ്ച് എന്നുള്ള രീതിയിലോ ശത്രു എന്നുള്ള രീതിയിലോ മുന്നിൽ കാണുന്നത് എന്തിനേയും അത് അടിച്ച് മുകളിലോട്ട് തെറിപ്പിക്കാനല്ലേ ശ്രമിക്കണം. മുകളിലോട്ട് എന്നുള്ള ഡയറക്ഷനാണ് അതിന് വരുന്നത്. ബുള്ളിന് വരുന്ന ഡയറക്ഷൻ മുകളിലോട്ട്, അതിൻ്റെ തല ഇങ്ങനെ കുത്തി മുകളിലോട്ട് ഉയർത്താനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ഈ ബുള്ളിഷ് ക്യാൻഡിൽ കൊണ്ട് അത് തന്നെ അർത്ഥമാക്കുന്നുള്ളൂ, പ്രൈസ് മുകളിലോട്ട് എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നുമില്ല. കോംപ്ലക്സിറ്റി ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബുള്ളിഷ് ക്യാൻഡിൽ, ഗ്രീൻ ക്യാൻഡിൽ, ഡയറക്ഷൻ, പ്രൈസിൻ്റെ ഡയറക്ഷൻ മുകളിലോട്ട്. പ്രൈസിൻ്റെ ഡയറക്ഷൻ മുകളിലോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. ഓക്കെ, ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. നാളെ കേട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ്. ഫസ്റ്റ് കേട്ട പ്രശ്നമാണ്, നെക്സ്റ്റ് നാളെ കേട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ്. അപ്പോൾ എല്ലാ പച്ച ക്യാൻഡിലും സൂചിപ്പിക്കുന്ന മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത് തന്നെയാണ്. പക്ഷേ ഓരോന്നിനും ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളത് വഴിയേ പഠിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പച്ച ക്യാൻഡിൽ മാത്രം പോരാ, നമുക്ക് ഇവിടെ റെഡ് ക്യാൻഡിൽസ് ഉണ്ട്. അപ്പോൾ പച്ച ക്യാൻഡിൽ ഓട്ടോമാറ്റിക്കലായിട്ട് ബുള്ളിഷ് ക്യാൻഡിലാണ്, അല്ലെങ്കിൽ മുകളിലോട്ട് പോണ ക്യാൻഡിലാണ്. ഞാൻ പറഞ്ഞു പ്രൈസ് മുകളിലോട്ട് പോണ കാര്യങ്ങൾ. അപ്പോൾ എല്ലാ ക്യാൻഡിലും ഒരേപോലെ ആവില്ലല്ലോ. അപ്പോൾ എന്തായാലും 2 ക്യാരക്ടേഴ്സ് മാർക്കറ്റിലുണ്ടാവും. ഇപ്പോൾ പ്രൈസ് മുകളിലോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, പ്രൈസ് താഴത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഗ്രീൻ ക്യാൻഡിലിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റാണ് റെഡ് ക്യാൻഡിൽ. റെഡ് ക്യാൻഡിൽ. അപ്പോൾ ഗ്രീനിൻ്റെ ഡയറക്ഷൻ താഴത്തുനിന്ന് മുകളിലോട്ടാണെങ്കിൽ റെഡിൻ്റെ ഡയറക്ഷൻ മുകളിൽ നിന്ന് താഴേക്കായിരിക്കും. നമുക്കിവിടെ നമ്മുടെ ക്യാൻഡിലിൻ്റെ ഭാഗത്ത് വന്ന് സംസാരിക്കാം. ഓക്കെ, എളുപ്പത്തിൽ നമുക്കത് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ഗ്രീൻ ക്യാൻഡിൽ ഇങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് അതേപോലെ ഒരു റെഡ് ക്യാൻഡിൽ കൂടി വരയ്ക്കാം. ഒരു റെഡ് കളർ കൊടുത്തിട്ടുണ്ട്, റെഡ് ക്യാൻഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ബോഡി ഉണ്ട്, വിക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഗ്രീൻ ക്യാൻഡിലാണെങ്കിൽ ഓപ്പൺ ചെയ്യുന്നത് താഴെയും ക്ലോസ് ചെയ്യുന്നത് മുകളിലാണ്. അതുകൊണ്ടാണ് ഓപ്പണിംഗ് ടു ക്ലോസിങ് ഡയറക്ഷൻ മുകളിലോട്ട്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ ഓട്ടോമാറ്റിക്കലി അതിന് അഗെയിൻസ്റ്റ് ആവുമല്ലോ, അതായത് താഴത്തേക്കായിരിക്കുമല്ലോ. അപ്പോൾ ഓപ്പണിംഗ് മുകളിലായിരിക്കും, ക്ലോസിങ് ഇവിടെയായിരിക്കും. കണ്ടോ, ഇതിൻ്റെ ഓപ്പണിംഗ് ക്ലോസും ഗ്രീൻ എങ്ങനെയാണോ അതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ്. വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ലോ 2 സെയിമാണ്. അത് ഇപ്പോൾ കളർ മാറിയെന്ന് വിചാരിച്ചിട്ട് ലോ മാറേണ്ട ആവശ്യമില്ല. ലോ എന്തായാലും ഈ ലോവസ്റ്റ് പോയിൻ്റ് എപ്പോഴും സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഹയസ്റ്റ് പോയിൻറ്റും ഇങ്ങനെ തന്നെ ആയിരിക്കും. നമുക്കറിയേണ്ട കാര്യം എവിടെ ഓപ്പൺ ചെയ്തു, എവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്യുന്നു, എവിടെ ക്ലോസ് ചെയ്യുന്നു, അതിനനുസരിച്ചായിരിക്കും ക്യാൻഡിലിൻ്റെ കളർ രൂപപ്പെടുന്നത്. ഓക്കെ, ഇപ്പോൾ നേരത്തെ ഗ്രീൻ ക്യാൻഡിലിനെ ഞാനൊരു ബുള്ളിഷ് ക്യാൻഡിൽ എന്നാണ് വിളിച്ചത്. ബുള്ളിഷ് ക്യാൻഡിൽ. ഇപ്പോൾ ഈ ക്യാൻഡിലിനെ ഞാൻ വിളിക്കാൻ പോകുന്നത് ബെയറിഷ് ക്യാൻഡിൽ ബെയറിഷ് ക്യാൻഡിൽ എന്ന് വിളിക്കാൻ പോകുന്നത്. ഇപ്പോൾ വേറെന്ന് പറയുമ്പോൾ കരടി നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ള വ്യക്തിയെ അടിച്ച് താഴ്ത്താനല്ല ശ്രമിക്കാറ്, കൈകൊണ്ട് അടിച്ച് താഴ്ത്തുക. ഇല്ലാണ്ട് അടിച്ച് താഴ്ത്താന്നല്ല, എന്നാലും ഏകദേശം ഡയറക്ഷൻ താഴത്തേക്കായിരിക്കും. അപ്പോൾ ആ ഒരു ഐഡിയയിൽ നിന്ന് രൂപപ്പെട്ടതാണ് ഈ പേര് ബുള്ളിഷ് ക്യാൻഡിൽ. ഓക്കെ, അപ്പോൾ ബെയറിഷ് ക്യാൻഡിൽ. ഇപ്പോൾ ഗ്രീൻ ക്യാൻഡിൽ എന്താ വിളിക്കുക? ബുള്ളിഷ് ക്യാൻഡിൽ. ഇപ്പോൾ താഴെ ഓപ്പൺ ചെയ്ത് മുകളിൽ ക്ലോസ് ചെയ്യും, ഡയറക്ഷൻ മുകളിലോട്ട്. ഓക്കെ, റെഡ് ക്യാൻഡിൽ എന്താ വിളിക്കുക? ബെയറിഷ് ക്യാൻഡിൽ. മുകളിൽ ഓപ്പൺ ചെയ്ത് താഴെ ക്ലോസ് ചെയ്യും, അപ്പോൾ ഡയറക്ഷൻ താഴത്തേക്കായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മളുടെ ക്യാൻഡിലിൻ്റെ ഓവറോൾ കാര്യങ്ങളൊക്കെ. ഇത് മനസ്സിലാവാത്തവർ ഇപ്പോൾ റെക്കോർഡിംഗ് വരുന്ന സമയത്ത് ഒന്നുകൂടി വീഡിയോ കണ്ടു നോക്കിക്കോളൂ. എഗെയിൻ ഡൗട്ട് വരുന്ന സമയത്ത് നമുക്ക് കമ്മ്യൂണിറ്റിയിൽ ചോദിക്കാം. ഓക്കെ, കമ്മ്യൂണിറ്റിയിൽ നമ്മൾ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, പിന്നെ ഇതിപ്പോൾ നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ ചാർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ പരിചയപ്പെടുത്തി. അപ്പോൾ ഇതായിരിക്കും ചാർട്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ ചാർട്ട് ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ലാപ്പിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ, ലാപ്പുള്ളവർ ലാപ്പിൽ നോക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ കുറച്ചുകൂടി ബ്രോഡർ ആയിട്ടുള്ള വ്യൂ കാണാൻ സാധിക്കും. ഫോണിലെ സ്ക്രീൻ എന്ന് പറയുമ്പോൾ ചെറിയ സ്ക്രീനല്ലേ, അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ക്ലാരിറ്റി കുറവുണ്ടാവും. അത് ആ ക്ലാരിറ്റി അല്ല ഉദ്ദേശിച്ചത്, വ്യൂ ചെയ്യുന്ന ഒരു ഇത് വ്യത്യാസം ഉണ്ടാവും, പെർസ്പെക്റ്റീവ് ചേഞ്ച് വരും വൈഡർ വ്യൂ ആകുമ്പോൾ. ഓക്കെ, പിന്നെ ഇതിൽ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളിലൂടെ ഉണ്ട് ട്രേഡിംഗ് വ്യൂവിൻ്റെ ഉള്ളിൽ തന്നെ. ഇപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ള EUR/USD. എനിക്ക് അടുത്തത് GBP USD എടുക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? GBP USD സെർച്ച് ചെയ്യണ്ടേ? ഓക്കെ, ഇപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഫോറക്സ് മാത്രം സോർട്ട് ചെയ്യാനാണെങ്കിൽ ഫോറക്സ് കൊടുത്താൽ മതി. ഓക്കെ,
ഇപ്പോൾ GBP/USD ഉള്ളിലും കുറേ ചാർട്ടുകളുണ്ട്. ഇപ്പോൾ GBP/USD തന്നെ നോക്കിയേ, ഇതൊക്കെ GBP/USD ആണ്, ഒക്കെ GBP/USD ആണ്. വ്യത്യാസം എന്താ? ഡിഫറെൻറ്റ് വെബ്സൈറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ചാർട്ടുകളാണെന്നുള്ള രീതിയിൽ ട്രേഡിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ. ഇപ്പോൾ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യാറ് forex.com ആണ്. വേണ്ട എന്നുള്ളത് നല്ലതാണ്, FXCM നല്ലതാണ്. ഇത് മൂന്നുമല്ലാതെ ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ഞാൻ കുറച്ചുകൂടി എനിക്ക് ഫേവർ ഈ forex.com തോന്നിയിട്ടുള്ളത്. നോ പ്രോബ്ലം. അപ്പോൾ എനിക്ക് GBP/USD വേണമെങ്കിൽ ഞാനത് സെർച്ച് ചെയ്ത് ക്ലിക്ക് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഇവിടെ പോയി ക്ലിക്ക് ചെയ്ത സെർച്ച് ബാർ കിട്ടും, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും സെർച്ച് ബാർ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സമയത്ത് ഇപ്പോൾ എനിക്ക് അടുത്ത പേര് വേണമെങ്കിൽ, ഇപ്പോൾ USD/CHF ആണെങ്കിൽ USD/CHF എന്ന് ഞാൻ ടൈപ്പ് ചെയ്യണം അല്ലേ. അപ്പോൾ എനിക്ക് ഓരോ പേര് വേണമെങ്കിൽ ഞാൻ വീണ്ടും ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷേ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പേരുകളാണെങ്കിൽ എനിക്കത് വാച്ച് ലിസ്റ്റിൽ സേവ് ചെയ്തിടാം. ഓക്കെ, വലിയ വ്യത്യാസം വരുന്നു തോന്നുന്നില്ല ഹസൻ, ചെറിയ വ്യത്യാസങ്ങൾ ഇടയ്ക്ക് തോന്നാറുണ്ട്. ഓക്കെ, നമുക്ക് വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എങ്ങനെയാണ്? ഇപ്പോൾ റൈറ്റ് സൈഡിൽ കണ്ടോ ഈ ഒരു എന്താ പറയുക, കുറച്ച് നോട്ട് പോലത്തെ, അതൊന്ന് ജസ്റ്റ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ വാച്ച് ലിസ്റ്റ് എന്ന് കാണിക്കും. അപ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാച്ച് ലിസ്റ്റ് ഓപ്പൺ ആവും. ചിലപ്പോൾ ഇവിടെ ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഓരോന്നിവിടെ ഇങ്ങനെ ഇഷ്ടമുള്ളത് കണ്ടോ, ക്രിയേറ്റ് ന്യൂ ലിസ്റ്റ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ലിസ്റ്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ന്യൂ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ ഒരു പേര് കൊടുത്തു, സേവ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ വാച്ച് ലിസ്റ്റ് ഓപ്പൺ ആയി. ഇതിലേക്ക് എങ്ങനെ പേരുകളെ ആഡ് ചെയ്യാം? ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള പേര് ഏതാണോ, ഇപ്പോൾ GBP/USD ആണെങ്കിൽ GBP/USD എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഏത് ചാർട്ടാണ് ആവശ്യം അതിന് ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ അടുത്ത പേര് വേണോ, ഇപ്പോൾ USD/CHF എന്നുള്ള പേര് വേണോ, അത് സെർച്ച് ചെയ്യുക. അപ്പോൾ അത് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഓൾറെഡി വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോൾ ആണെങ്കിലും അതവിടെ അവൈലബിൾ ആയിരിക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു പോയിട്ടില്ലേ, ഇത് ഞാൻ ട്രേഡിംഗ് വെബ്സൈറ്റ് ക്ലോസ് ചെയ്താൽ എല്ലാം നഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെ ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ ട്രേഡിംഗ് വ്യൂവിൽ സൈൻ ഇൻ ചെയ്ത് യൂസ് ചെയ്തോളാം. ജസ്റ്റ് ഇമെയിൽ ID ഉപയോഗിച്ചുകൊണ്ട് സൈൻ ഇൻ ചെയ്ത് യൂസ് ചെയ്തോളാം. അതെ, തീർച്ചയായിട്ടും ഈ ചാർട്ട് ചെക്ക് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് പെട്ടെന്ന് അത് കുറേ വരച്ച് അങ്ങനെ കാണിച്ചു തന്നിട്ട് കാര്യമില്ല. നമുക്ക് പതുക്കെ പോയിട്ട് തന്നെ കാര്യമുള്ളൂ. നമുക്ക് അതിനനുസരിച്ച് തന്നെയാണ് നമ്മൾ പോവുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു GBP/USD എന്നുള്ള ഇതിൻ്റെ ചാർട്ട് എടുക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ പറഞ്ഞു ഒരുപാട് ടൈം ഫ്രെയിംസ് ഉണ്ട്. അപ്പോൾ ഞാൻ പേഴ്സണലി ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിം ഏതാണ്? 1 hour ടൈം ഫ്രെയിം ആണെങ്കിൽ ആ 1 hour ടൈം ഫ്രെയിമിലാണ് ഞാൻ ഇത് ചാർട്ടിനെ വാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ 1 hour ടൈം ഫ്രെയിമിൻ്റെ പ്രത്യേകത എന്താ? ഇതിൽ ഓരോ ക്യാൻഡിലും രൂപപ്പെടുന്നത് ഓരോ മണിക്കൂർ കൂടുമ്പോഴായിരിക്കും. അപ്പോൾ ഓരോ മണിക്കൂർ കഴിഞ്ഞാലാണ് നമുക്ക് അടുത്ത ക്യാൻഡിൽ വരുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ. ഓക്കെ, അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ കാണിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ ടൂൾസൊക്കെ ഉണ്ട് കേട്ടോ, ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ എനിക്ക് ആവശ്യമുള്ള ടൂൾസൊക്കെ ഞാനിവിടെ സ്റ്റാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മേജറായിട്ട് ആവശ്യം വരുന്ന ടൂളോ രണ്ടാമത്തേതിൽ ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞ ടൂൾ ആവശ്യമുണ്ട്, ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞ ടൂൾ ആവശ്യമുണ്ട്, ഹൊറിസോണ്ടൽ റേ എന്ന് പറഞ്ഞ ടൂൾ ആവശ്യമുണ്ട്. ഓക്കെ, നിങ്ങളത് ട്രേഡിംഗ് ഓപ്പൺ ചെയ്തിട്ട് ഓരോ ടൂൾ ഇതേപോലെ സ്റ്റാർ ചെയ്തിട്ടിട്ട് അത് ചെക്ക് ചെയ്ത് നോക്കിയോളാം. അപ്പോൾ ഇത് എന്തിനൊക്കെ ആവശ്യമുള്ളത്, ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ പ്ലോട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ നോക്കിയോളാം. പിന്നെ എനിക്കിവിടെ ആവശ്യമുള്ള ടൂള് ഒരു റെക്റ്റാങ്കിൾ ടൂള് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ് റെക്റ്റാങ്കിൾ ടൂള്. ഓക്കെ, ഇത് കണ്ടോ, ഇതാണ് റെക്റ്റാങ്കിൾ ടൂള്. അതിവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. ആ ബ്രഷിൻ്റെ ഭാഗത്ത് തന്നെ ബ്രഷിനെ അടുത്ത് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എഴുതാനൊക്കെയാണ് കേട്ടോ ബ്രഷ്, അല്ലാതെ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഇവിടെ റെക്റ്റാങ്കിൾ ടൂൾ കൊടുത്തിട്ടുണ്ട്. റെക്റ്റാങ്കിൾ പ്ലോട്ട് ചെയ്യാനായിരിക്കും. അപ്പോൾ ഞാനതൊന്ന് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. അപ്പോൾ എനിക്കിങ്ങനെ റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പറ്റും. ഇത് ഭയങ്കര റെഡ് കളറാണ്, കണ്ണടിച്ച് പോകുന്നുണ്ടെങ്കിൽ കളർ മാറ്റാം. ഇവിടെ ഇത് കണ്ടോ, ഇപ്പോൾ അതുമ്മ ബോർഡേഴ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഓരോ ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുള്ള അതിൻ്റെ കളർ മാറ്റണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റണമെങ്കിൽ ഇത് കൊടുത്താൽ മതി. ഒപ്പാസിറ്റി 0 ആക്കി വയ്ക്കുക. നമുക്ക് കളർ മാറ്റാം, കളർ കുറയ്ക്കാം. എനിക്ക് ഇത് പ്ലെയിനാണ് ഇഷ്ടം. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു 1 hour കൂടുമ്പോഴാണ് ഓരോ ക്യാൻഡിൽ തന്നെ. ഇപ്പോൾ ഈ ഒരു കേസിൽ ഞാനിപ്പോൾ സ്ട്രാറ്റജി ഒന്നുമല്ല, ഞാൻ വെറുതെ പറയാം. ഇപ്പോൾ ഈ ഒരു കേസിൽ ഈ ക്യാൻഡിൽ ഇവിടെ വന്ന് മുട്ടുന്ന സമയത്ത് എനിക്ക് എൻട്രി എടുത്താൽ മതി. ഇവിടെ വന്ന് മുട്ടുന്ന സമയത്താണ് ഞാൻ എൻട്രി എടുക്കുന്നത് വിചാരിക്കുക. ബൈ യുവർ സെൽ വാട്ടവർ എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു എൻട്രി എടുക്കുന്നത് വയ്ക്കുക. ഇപ്പോൾ ചിലപ്പോൾ എനിക്ക് ജോലി തിരക്കുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ കിടന്നുറങ്ങുന്ന സമയമോ അല്ലെങ്കിൽ വേറെ സിനിമ കാണുന്ന സമയമോ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യമൊക്കെ വരുന്ന സമയത്ത്
ഇവിടെ ഓട്ടോമാറ്റിക്കലി എത്തുമ്പോൾ എനിക്ക് ഓർഡർ എടുക്കണം, പക്ഷേ എനിക്കിത് ഫുൾ ടൈം നോക്കിയിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അത് ഓർഡർ ടൈപ്സിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒന്നില്ലെങ്കിൽ മാർക്കറ്റിൽ എവിടെയാണോ പ്രൈസ് ഉള്ളത് അതിനനുസരിച്ച് ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഓർഡർ ചെയ്യാം. ഇപ്പോൾ എനിക്ക് മാർക്കറ്റ് വാച്ച് ചെയ്യാൻ സമയമില്ല, ഞാൻ നോക്കുമ്പോൾ മാർക്കറ്റ് ഇങ്ങനെ പതുക്കെ പോവാം. ഇപ്പോൾ ഞാൻ 1 hour ടൈം ഫ്രെയിമാണ് നോക്കുന്നത്. ഇപ്പോൾ 1 മണിക്കൂർ വേണം ഒരു ക്യാൻഡിൽ കംപ്ലീറ്റ് ആവാൻ. അപ്പോൾ 1 മണിക്കൂർ മൊത്തം എനിക്ക് നോക്കിയിരിക്കാനുള്ള സമയമില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ എനിക്ക് ഓർഡർ പ്ലേസ് ചെയ്ത് വയ്ക്കാം. ഇവിടെ ഓർഡർ പ്ലേസ് ചെയ്ത് വയ്ക്കാം. ഇതിനെ ലിമിറ്റ് ഓർഡർ എന്നൊക്കെ പറയും. ലിമിറ്റ് ഓർഡർ അതായത് ഇവിടെ എത്തുമ്പോൾ എനിക്ക് ഓർഡർ എടുത്താൽ മതി. ഇവിടെ എത്തുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോക്സിൽ വന്ന് തട്ടുന്നു എന്നുള്ള രീതിയിലല്ല. ബോക്സിൽ നേരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രൈസ് കണ്ടില്ലേ 1.26930. അപ്പോൾ അവിടെ എത്തുമ്പോൾ ആ പ്രൈസിലെത്തുമ്പോൾ ഇനീഷ്യേറ്റ് ചെയ്യാൻ പാകത്തിൽ എനിക്ക് ഓർഡറുകൾ ഇട്ട് വയ്ക്കാം. ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ, അതായത് ഒരു ബ്രോക്കറിൻ്റെ ഉള്ളിൽ എങ്ങനെ ഓർഡേഴ്സ് ഇട്ട് വയ്ക്കാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഡർ ഇട്ട് വയ്ക്കുക എന്നുള്ളത് നമ്മളുടെ ഡിസ്കോഡ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത് കൃത്യമായിട്ട് വായിച്ച് നോക്കുക. ഓരോ ഓർഡേഴ്സ് ജസ്റ്റ് ചെറിയ ക്വാണ്ടിറ്റി എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നോക്കുമ്പോൾ ഡൗട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഡിസ്കോഡിൽ പോയിട്ട് ചോദിക്കണം. LTPൻ്റെ മുകളിൽ പ്രൈസ് നമുക്ക് ഇഷ്ടമുള്ളത് വയ്ക്കാം, നോ പ്രോബ്ലം, ഇഷ്ടമുള്ളത് വയ്ക്കാം കേട്ടോ. ഇപ്പോൾ LTP എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ട്രേഡ് പ്രൈസാണ് അറിയാത്തവർക്ക്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെക്കണം. മുകളിൽ പോയാൽ ബൈ ചെയ്താൽ മതിയോ? ഓക്കെ. താഴെ പോയാൽ ബൈ ചെയ്താൽ മതി. ഇപ്പോൾ ഓക്കെ, നോ പ്രോബ്ലം, നമുക്ക് എവിടെ വേണമെങ്കിലും വയ്ക്കാം. ഓക്കെ. LTP എന്ന് പറഞ്ഞാൽ ഈ ഒരു കോളത്തെയല്ല ഉദ്ദേശിക്കുന്നത്, ലാസ്റ്റ് ട്രേഡർ പ്രൈസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു കേസിൽ ഏത് ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ഇവിടെ വന്ന് നിൽക്കുന്നത് 1.23650. അപ്പോൾ ഓരോന്നിനും വേണ്ടിയിട്ട് ഇപ്പോൾ LTPയുടെ മുകളിൽ എൻ്റർ എടുക്കണമെങ്കിൽ ഒരു ടൈപ്പ് ഓർഡർ ആയിരിക്കും, LTPയുടെ താഴെ എൻ്റർ എടുക്കണമെങ്കിൽ വേറെ ടൈപ്പ് ഓർഡർ ആയിരിക്കും. ഓക്കെ. അതൊക്കെ ആയിരിക്കും നമ്മളുടെ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് ക്യാൻഡിൽസ്റ്റിക് ചാർട്ടും അതിൻ്റെ ഉള്ളിൽ വരുന്ന കുറച്ച് കാര്യങ്ങളും. പിന്നെ ഇതിൽ ഞാൻ വേറെ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ GBP USD എന്നുള്ള രീതിയിലൊക്കെ ഇപ്പോൾ GBP USDയുടെ പ്രൈസാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ ഞാൻ ഇവിടെ നോക്കുന്ന സമയത്ത് എനിക്ക് നമ്മൾ ബേസിക്സ് ആയിരിക്കും, ഓരോ കുറച്ച് ക്ലാസ്സുകൾ ബേസിക്സ് ആയിരിക്കും കേട്ടോ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പതുക്കെ സ്ട്രാറ്റജിയിലേക്ക് പോകും. ബേസിക്സ് കഴിഞ്ഞതിന് ശേഷം, കാരണം നമ്മളെ കൂടെ ഒരുപാട് ബിഗിനേഴ്സ് ഉണ്ട്, നമ്മളെ കമ്മ്യൂണിറ്റിയിലും ഒരുപാട് ബിഗിനേഴ്സ് ഉണ്ട്. ഓക്കെ. നിങ്ങൾ ബേസിക്സ് അറിയുന്ന വ്യക്തിയാണെങ്കിൽ, അത്യാവശ്യം ട്രേഡ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ കോമ്പറ്റീഷൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോളൂ കേട്ടോ. ഓക്കെ. ഇപ്പോൾ എനിക്കിവിടെ ആകെ എന്താ പറയുക, ഇവിടെ നോക്കിയേ. ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ലൈവ് അല്ല, എന്നാലും മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 1.23654 അവിടെയാണ് നിൽക്കുന്നത്. ഓക്കെ. പക്ഷേ ഇവിടെ 2 പ്രൈസ് കാണിക്കുന്നുണ്ട്. 1.23654 എന്നുള്ള പ്രൈസും കാണിക്കുന്നുണ്ട്, 1.23796 എന്നുള്ള പ്രൈസും കാണിക്കുന്നുണ്ട്. ബൈ മാർക്കറ്റ്, സെൽ മാർക്കറ്റ് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ആദ്യം ഈ പ്രൈസ് റീഡ് ചെയ്യാൻ പഠിക്കണം. പ്രൈസ് റീഡ് ചെയ്യാൻ പഠിക്കുന്നതിന് മുൻപായിട്ട് ഞാനൊരു വേറൊരു കാര്യം കൂടി പറയാം. ഇപ്പോൾ 2 പ്രൈസ് ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ ആദ്യം ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം ബൈ ചെയ്യുന്ന പ്രൈസും ഒരെണ്ണം സെല് ചെയ്യുന്ന പ്രൈസ്, അതിൻ്റെ ലോജിക്ക് നമുക്ക് അറിയണം. ഓക്കെ. ഒരെണ്ണം ബൈ ചെയ്യുന്ന പ്രൈസും ഒരെണ്ണം സെല് ചെയ്യുന്ന പ്രൈസാണ്. അപ്പോൾ അതിൻ്റെ ലോജിക്ക് എനിക്ക് അറിയണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ ഇതൊരു ഗോൾഡിൻ്റെ ഒരു ഗോൾഡ് ജ്വല്ലറി ആണെന്ന്, എന്തെങ്കിലും വളയോ മാലയോ അങ്ങനെ എന്തെങ്കിലും സംഭവം എന്ന് വിചാരിക്കും, ഒരു പവൻ്റെ വളയോ മാലയോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ ഞാനിപ്പോൾ ആ ജ്വല്ലറിക്ക് പോവാണ്, ഞാനൊരു പവൻ വളയോ മാലയോ അങ്ങനെ എന്തൊരു സാധനമൊക്കെ വാങ്ങുകയാണ്. അപ്പോൾ ഒരു 60,000 രൂപ കൊടുക്കേണ്ടി വന്നു എന്ന് വിചാരിക്കുക. 60,000 രൂപ കൊടുത്തുകൊണ്ട് ഗോൾഡ് ബൈ ചെയ്യുന്നു. എന്തെങ്കിലും പ്രൊഡക്റ്റായിട്ട് ഗോൾഡ് ബൈ ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ എനിക്കത് ഇഷ്ടമായില്ല എന്ന് വിചാരിക്കുക. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ആയിക്കോട്ടെ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ആ സംഭവം അവിടെ കൊണ്ടുപോയിട്ട് വിൽക്കുകയാണ് എന്ന് കരുതുക. അതേ ജ്വല്ലറിയിൽ തന്നെ വിൽക്കുകയാണ് എന്ന് കരുതുക. സംഭവം ഞാൻ 60,000 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്, എനിക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ 60,000 കിട്ടി എന്ന് വരില്ല. ചിലപ്പോൾ എനിക്ക് തരാൻ പോകുന്ന പ്രൈസ് 57,000 അല്ലെങ്കിൽ 58,000 ആയിരിക്കും. എന്തായിരിക്കും കാരണം? അവർ പണിക്കൂലി കുറയ്ക്കും. ഓക്കെ. ചിലപ്പോൾ പണിക്കൂലി മാത്രമല്ല, ടാക്സ് അത് എന്ന് പറഞ്ഞ സാധനങ്ങളുണ്ടാവും. അതുപോലെ സ്റ്റോണിൻ്റെ വെയിറ്റ് ഉണ്ടാവും. ടാക്സും കളഞ്ഞോ, സ്റ്റോണിൻ്റെ വെയിറ്റും കളഞ്ഞോ, അറ്റ്ലീസ്റ്റ് പണിക്കൂലി കട്ടിയില്ല. അവർ എന്തെങ്കിലും രീതിയിൽ പണിക്കൂലിയെങ്കിലും കട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ആലോചിക്കുക, ഇപ്പോൾ ഗോൾഡ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിലാണ്, അല്ലെങ്കിൽ ഇവിടെ പ്രൊഡക്റ്റ് എന്നായിരുന്നു,
ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു, ഒരു വളയായിരുന്നു വിചാരിക്കുക, ഒരു പവൻ്റെ ഒരു വളയായിരുന്നു. ആ വള ഞാൻ വാങ്ങിയപ്പോൾ 60,000 രൂപയ്ക്കാണ് വാങ്ങിയത്. 60,000 രൂപയ്ക്കാണ് വാങ്ങിയത്. സംഭവം നെക്സ്റ്റ് ഡേ ഞാൻ തിരിച്ചു കൊണ്ടുകൊടുത്തപ്പോൾ എനിക്ക് അവർ 57,000 രൂപയെ തന്നുള്ളൂ. ഞാനത് തിരിച്ചു കൊണ്ടു കൊടുത്തപ്പോൾ എനിക്ക് അവർ 57,000 രൂപയാണ് തന്നുള്ളൂ. അപ്പോൾ ലോജിക്കലി ചിന്തിക്കുകയാണെങ്കിൽ, ബേസിക്കായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഇവിടെ 2 പ്രൈസ് ഉണ്ടല്ലോ, ഒന്ന് 60,000, ഒന്ന് 57,000. വേറെ രീതിയിൽ ചിന്തിക്കാം, ഇത് കൂടിയ പ്രൈസ്, ഇത് കുറഞ്ഞ പ്രൈസ്. 60 വലുത്, 60,000 കൂടിയ പ്രൈസായിട്ട് കരുതാം, 57,000 കുറഞ്ഞ പ്രൈസായിട്ട് കരുതാം. ഓക്കെ. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ബൈ ചെയ്യുമ്പോൾ എപ്പോഴും കൂടിയ വിലയ്ക്കാണ് ബൈ ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ എപ്പോഴും കൂടിയ വിലയ്ക്കാണ് ബൈ ചെയ്യാൻ സാധിക്കുള്ളൂ. മറിച്ച് ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്ന സമയത്ത് കുറഞ്ഞ വിലയ്ക്കേ വിൽക്കാൻ സാധിക്കുള്ളൂ. ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്ന സമയത്ത് കുറഞ്ഞ വിലയ്ക്കാണ് നമുക്ക് വിൽക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, കുറഞ്ഞ വിലയ്ക്കാണ് വിൽക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഡിഫറൻസ് വന്നല്ലോ. ഈ കേസിൽ വന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് 3,000 ആയിരുന്നു. അപ്പോൾ 3,000 അവരെന്തോ ഒരു കൈൻഡ് ഓഫ് ചാർജ് ആയിട്ടാണ് അവർ പിടിക്കുക. അപ്പോൾ വാങ്ങുന്ന വിലയും വിൽക്കുന്ന വിലയും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അത് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആസ് പ്രൈസ്, ബിഗ് പ്രൈസ് എന്നൊക്കെ പറയും. അപ്പോൾ ഒരു വില കൂടിയ വില ആയിരിക്കും. ഇതിപ്പോൾ 654 അവസാനിക്കുന്നത് കുറഞ്ഞ വിലയാണ്, 796 അവസാനിക്കുന്നത് കൂടിയ വിലയാണ്. അപ്പോൾ ഞാൻ വിൽക്കുമ്പോൾ സെൽ മാർക്കറ്റ്, ഞാൻ വിൽക്കുന്ന പ്രൈസ് ഇതായിരിക്കും. ഇത് ഞാൻ സെലക്ട് ചെയ്ത് വിൽക്കുന്നതല്ല. ഞാനിപ്പോൾ റാൻഡായിട്ട് ഇപ്പോൾ വിറ്റാലും ഈ പ്രൈസിനായിരിക്കും എനിക്ക് വിൽക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ബൈ ചെയ്യുകയാണെങ്കിൽ കൂടിയ വിലയ്ക്കാണ് ബൈ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ വാങ്ങുന്ന പ്രൈസും വിൽക്കുന്ന പ്രൈസാണ് ഇവിടെ കൊടുക്കുന്നത്. ഇത് ഞാൻ സെലക്ട് ചെയ്യുന്നതല്ല, വീണ്ടും പറഞ്ഞ് സെലക്ട് ചെയ്യുന്നതല്ല, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ആളുകളുടെ അവൈലബിലിറ്റി അനുസരിച്ചിരിക്കും, നമ്പർ ഓഫ് ട്രേഡേഴ്സിൻ്റെ അവൈലബിലിറ്റി ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും ഇത് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് ബ്രോക്കറൊന്നും കൺട്രോൾ ചെയ്യുന്നതല്ല, അത് ഇൻ്റർനാഷണൽ മാർക്കറ്റിലത്തെ പ്രൈസ് വേരിയേഷൻസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസിനെ ഇവിടെ ഫോറക്സ് മാർക്കറ്റിൽ അല്ലെങ്കിൽ ട്രേഡിങ്ങിൽ പറയുന്ന പേരാണ് സ്പ്രെഡ്. ഓക്കെ, ട്രേഡിങ്ങിൽ പറയുന്ന പേരാണ് സ്പ്രെഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സ്പ്രെഡ് എത്രയാണ്? 14.2. ഇപ്പോൾ എത്ര സ്പ്രെഡ്? 14.2. ഇത്ര സ്പ്രെഡൊന്നും വരില്ല, 1, 1.5, 0.5 അങ്ങനെയൊക്കെയാണ് സ്പ്രെഡ് വരാറ്. ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ. ഓക്കെ, പിന്നെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ റീഡ് ചെയ്യണ്ടേ? ഇതിപ്പോൾ ഞാൻ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ എത്തുന്ന സമയത്ത് 10 രൂപ 5 രൂപ, 10 രൂപ 50 പൈസ, അല്ലെങ്കിൽ 10 രൂപ 75 പൈസ, അങ്ങനെയൊക്കെയാണ്. ഇവിടെ എന്താ ഒരുപാട് ഡെസിമൽസ് ഉണ്ട്. ഇവിടെ ഒരുപാട് ഡെസിമൽസ് ഉണ്ട്. ഇത് ഞാൻ എങ്ങനെയാണ് റീഡ് ചെയ്യണ്ടേ? ഇതെങ്ങനെയാണ് ഞാൻ റീഡ് ചെയ്യണ്ടേ? ഓക്കെ, ഇപ്പോൾ ഞാൻ ഇവിടെ ആദ്യം കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ എത്ര കൊടുത്തിട്ടുള്ളത്? 1.23654. ഓക്കെ, 1.23654 എന്ന നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. ഇത് വിസിബിൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ മില്ലിമീറ്റർ സെൻറ്റിമീറ്ററൊക്കെ ഓർമ്മയില്ലേ? ഇപ്പോൾ ഞാനൊരു മില്ലിമീറ്റർ നോക്കുക. ഇപ്പോൾ ഒരു 1.5 സെൻറ്റിമീറ്റർ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? 1.5 സെൻറ്റിമീറ്റർ, അതായത് ഇവിടെ അല്ലെങ്കിൽ കണ്ട, അത് കൺഫ്യൂഷൻ ആക്കണ്ട, ഇതിലേക്ക് തന്നെ പോകാം. ഇപ്പോൾ മില്ലിമീറ്റർ സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഒരു 10 മില്ലിമീറ്റർ ചേർന്നതാണ് ഒരു സെൻറ്റിമീറ്റർ. 10 മില്ലിമീറ്റർ ചേർന്നാണ് ഒരു സെൻറ്റിമീറ്റർ. അതേ സംഭവം നമുക്ക് ഇവിടെയും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഓരോ നമ്പേഴ്സ് ആയിരിക്കും, ഒരുപാട് ഡെസിമൽസ് ഉള്ള നമ്പേഴ്സ് ആയിട്ടായിരിക്കും നമ്മൾ ഫോറക്സിൽ കാണുന്നത്. ഇപ്പോൾ ഏത് പേരെടുത്താലും ഇങ്ങനെ കണ്ടോ, ഒരുപാട് നമ്പേഴ്സ് കാണാൻ സാധിക്കും. ഇതിൽ അവസാനത്തെ പൊസിഷനെ, ഞാൻ പറയുന്നത് അവസാനത്തെ പൊസിഷനെ പിപ്പറ്റ് എന്നാണ് വിളിക്കുക. അവസാനത്തെ പൊസിഷനെ പിപ്പറ്റ് എന്നാണ് വിളിക്കുക. ഇത് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, നമ്മൾ ഊഹിച്ചെടുത്തോളം. ഒറ്റ മിനിറ്റ്. അവസാനത്തെ പൊസിഷനെ പിപ്പറ്റ് എന്നാണ് വിളിക്കുന്നത്. പിപ്പറ്റ്. ഇപ്പോൾ ഇവിടെ 4 എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ 4 മാറി 5 ആവും, 6, 7, 8, 9, 10. അതായത് ഇവിടെ 10 പിപ്പറ്റ് ചേഞ്ച് ആകുമ്പോൾ, ഇവിടെ 10 പിപ്പറ്റ് ചേഞ്ച് ആവുന്ന സമയത്ത് ഇവിടെ 5 മാറിയിട്ട് 6 ആവും. ഇവിടെ 10 പിപ്പറ്റ് ചേഞ്ച് ആവുന്ന സമയത്ത് 5 മാറിയിട്ട് 6 ആവും. ഓക്കെ, അപ്പോൾ എന്താ ഉണ്ടാവുക? 10 പിപ്പറ്റിൽ ചേഞ്ച് വന്നാൽ അതിനെ ഒരു പിപ്പ് ചേഞ്ച് വന്നു എന്ന് പറയാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നല്ല കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്, ഉറപ്പായിട്ടും. ഓക്കെ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. എന്നാലും ഞാൻ പറയാണ്, 1 പിപ്പ് ഈക്വൽ ടു
1 പിപ്പ് ഈക്വൽ ടു 10 പിപ്പറ്റ് എന്ന് പറയാം. 1 പിപ്പ് ഈക്വൽ ടു 10 പിപ്പറ്റ്. അവസാനത്തെ പൊസിഷനെയാണ് പിപ്പറ്റ് എന്ന് വിളിക്കുന്നത്. ഈ പിപ്പറ്റിൽ 10 പിപ്പറ്റ്, നമ്മളിപ്പോൾ ഓഡോമീറ്റർ കണ്ടില്ലേ, നമ്മുടെ വണ്ടിയുടെ മീറ്റർ കണ്ടിട്ടില്ലേ, മീറ്റർ ബോക്സിൽ എന്താ അവസാനത്തെ അക്കം 10 വട്ടം തിരിയുമ്പോൾ അതിൻ്റെ തൊട്ട് മുന്നത്തെ അക്കം 1 വട്ടം തിരിയും. അതേപോലെയാണ് ഇവിടുത്തെ 10 വട്ടം തിരിയുന്ന സമയത്ത് ഇവിടെ 5 മാറിയിട്ട് 6 ആവും. ഇപ്പോൾ ഈ 5 10 വട്ടം തിരിയുന്ന സമയത്ത് ഇവിടെ 6 മാറിയിട്ട് 7 ആവും. അപ്പോൾ ഇതിനെ മാനുവലി റീഡ് ചെയ്യേണ്ട സംഭവമാണ് ഞാൻ പറയുന്നത്. 10 മുതൽ എന്താ പറയുക പിപ്പറ്റ് എന്നുള്ള പേരിൽ. അപ്പോൾ അവസാനത്തെ പൊസിഷൻ പിപ്പറ്റായിട്ടാണ് കണക്കാക്കുന്നത്. അതിന് തൊട്ടു മുന്നുള്ള പൊസിഷൻ പിപ്പായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു പിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പിപ്പറ്റാണ്. ഒരു പിപ്പ് എന്ന് പറഞ്ഞാൽ 10 പിപ്പറ്റാണ്. ഓക്കെ, 10 പിപ്പറ്റാണ്. ഇപ്പോൾ ഈ പിപ്പറ്റ് ഞാൻ മാനുവലി അളക്കണമെങ്കിൽ ഇപ്പോൾ ഇതെങ്ങനെ മാനുവലി അളക്കാൻ സാധിക്കുക? ഇപ്പോൾ ഇത് രണ്ടും തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ 1 പോയിൻറ്റ്, നമുക്കിത് രണ്ടൊന്ന് മൈനസ് ചെയ്ത് നോക്കാം. ഓക്കെ, രണ്ടൊന്ന് മൈനസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 2 മിനിറ്റ്. ഇതെന്താ ഇവിടുത്തെ പൊസിഷൻ ഒന്ന് നോക്കാം. 1.23796 1.23796. ഓക്കെ, ഇതും തമ്മിൽ ഞാൻ മൈനസ് ചെയ്യാം. അപ്പോൾ ഇവിടെ വരുന്ന ചേഞ്ച് എന്തായിരിക്കും? നമുക്കൊന്ന് നോക്കി നോക്കാം. ഇപ്പോൾ 6 - 4 എത്രയാണ്? 6 - 4 2. ഇതിലിപ്പോൾ ചിന്തിക്കാനൊന്നുമില്ല. 2. 9 - 5 4. 9 - 5 സോറി 4 ആയിട്ട് കരുതിക്കോളാം. 4. അപ്പോൾ 7 - 6 1. അപ്പോൾ 142 എന്നാണ് കിട്ടുക. അത് രണ്ട് തമ്മിൽ കുറയ്ക്കുമ്പോൾ 142. ഈ 142 എന്ന് പറയുന്നത് പിപ്പറ്റിലാണ്. 142 എന്ന് പറയുന്നത് പിപ്പറ്റിലാണ്. ഞാൻ പറഞ്ഞു 10 പിപ്പറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പിപ്പാന്ന് പറഞ്ഞു. ഓക്കെ, 10 പിപ്പറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പിപ്പാന്ന് പറഞ്ഞു. ഓക്കെ, അതായത് 142 പിപ്പറ്റ് എന്ന് പറഞ്ഞാൽ അത് 14.2 പിപ്പ് എന്നാണ് അർത്ഥം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ സ്പ്രെഡ് എത്രയാണ്? നേരത്തെ പറഞ്ഞു ഇത് ഒരു സെല്ലിംഗ് പ്രൈസും ഒരു ബൈയിങ് പ്രൈസും വരും. കൂടിയ പ്രൈസ് എപ്പോഴും ബൈ പ്രൈസ് ആയിരിക്കും, കുറഞ്ഞ പ്രൈസ് എപ്പോഴും സെൽ പ്രൈസ് ആയിരിക്കും. അത് തമ്മിലുള്ള ഡിഫറൻസാണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആ സ്പ്രെഡ് ഇപ്പോൾ കാണിക്കുന്നത് 14.2 ആണ്. അതെങ്ങനെ കിട്ടിയത്? ഇത് തമ്മിൽ കുറച്ചപ്പോൾ കിട്ടിയതാണ് 14.2. ഓക്കെ, ആ 14.2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14.2 പിപ്പ് എന്നാണ് അർത്ഥം. 14.2 പിപ്പ് എന്നാണ് അർത്ഥം. ഇത് ശരിക്കും നമുക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞ ടൂളുണ്ട്. നമുക്ക് നോക്കിയൊക്കെ ഇത് കണ്ടോ, 1 2 3 4 5 അഞ്ചാമത്തേൽ ഏറ്റവും താഴെയായിട്ട് പ്രൈസ് റേഞ്ച് എന്നുള്ള ടൂളുണ്ട്. ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്കുള്ള ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ പോയിന്റുകൾ തമ്മിലൊന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ 15.9 കിട്ടി. 15.9 കിട്ടി. ഇതിൻ്റെ അർത്ഥം 52.9 പിപ്പ് എന്നാണ്. PIP പിപ്പ് എന്നാണ്. ഇതൊക്കെ ഞാൻ എന്തിനാ അറിഞ്ഞിരിക്കേണ്ട ആവശ്യം? തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. കാരണം ഫോറക്സിൽ ട്രേഡ് എടുക്കുന്നത് ലോട്ടുകളിലൂടെയാണ്. അപ്പോൾ ലോട്ടും കാര്യങ്ങളും നമ്മൾ ഒന്നുകൂടി കുറച്ചായിട്ട് പറഞ്ഞുതരും. നെക്സ്റ്റ് സെഷനിലായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് വേറെ സിംപ്ലിഫൈഡ് ആയിട്ട് ചിന്തിക്കാം. ഇവിടെ 52.9 ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു 50 ആക്കുന്നുണ്ട്. എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഒരു 50 ആക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് മുകളിലോട്ട് ചിന്തിക്കാം. ഇപ്പോൾ ഞാനൊരു പർട്ടിക്കുലർ പോയിന്റിൽ ഇവിടെ വെച്ചിട്ട് ഞാൻ ട്രേഡ് എടുക്കാമെന്ന് വിചാരിക്കാം. ഇവിടെ ട്രേഡ് എടുത്തിട്ട് മാർക്കറ്റ് 50 പിപ്പ് മൂവ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇപ്പോൾ എൻ്റെ ഒരു കോൺസെപ്റ്റ് പ്രകാരം ഇവിടെ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിവിടെ ഞാൻ എൻട്രി എടുത്തിട്ട് ഒരു 50 പിപ്പ് ഇവിടെ ഉണ്ടോ 50.6, ഞാൻ വെറുതെ പറയണല്ല, 50.6 ഇവിടെ എഴുതിയിട്ടുണ്ട്. 50 പിപ്പ് ഞാൻ മൂവ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ 50 പിപ്പ് മൂവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു ലോട്ട് ട്രേഡ് എടുത്തു. ഇവിടെ ക്വാണ്ടിറ്റി പറയാം ലോട്ടിലായിരിക്കും. ലോട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്ന വ്യക്തികൾക്കറിയാം നിഫ്റ്റി 50 ഒരു ലോട്ട് എത്ര 50, അല്ലെ ബാങ്ക് നിഫ്റ്റി എത്ര 25. അപ്പോൾ ഒരു കൊട്ടയിൽ ഒരു 50 നിഫ്റ്റി 50 ഇട്ട പോലെ ആയിരിക്കും.
ഒരു കൊട്ടയിൽ 50 നിഫ്റ്റി 50 ഇട്ട പോലെ ഇരിക്കും. പക്ഷേ ഇവിടെ 1 lakh ക്വാണ്ടിറ്റി 2 lakh ക്വാണ്ടിറ്റി എന്നുള്ള രീതിയിലാണ്. കാരണം ചെറിയ ചെറിയ ഫ്രാക്ഷൻസ് ആയിട്ടാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് 1 lakh ക്വാണ്ടിറ്റി ചിലപ്പോൾ വാങ്ങണം, അല്ലെങ്കിൽ 10 ലക്ഷം ക്വാണ്ടിറ്റി ഒരുമിച്ച് വാങ്ങണം, അങ്ങനെയല്ല. നമുക്ക് ഫ്രാക്ഷൻസ് ആയിട്ട് വാങ്ങാൻ സാധിക്കും. ഇപ്പോൾ ഒരു കംപ്ലീറ്റ് ലോട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നല്ല നല്ല ക്വാണ്ടിറ്റി വരാം. അപ്പോൾ നമ്മളൊരു കംപ്ലീറ്റ് ലോട്ട് വാങ്ങേണ്ട ആവശ്യമില്ല, ചിലപ്പോൾ ഫ്രാക്ഷൻസ് ആയിട്ട് വാങ്ങാൻ പറ്റും. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു സ്റ്റോക്ക്, 2 സ്റ്റോക്ക്, അതായത് സ്റ്റോക്ക് എണ്ണം ഓരോന്നോരോന്ന് നമ്പേഴ്സായിട്ട്, ഐ മീൻ കംപ്ലീറ്റ് നമ്പറായിട്ടാണ് വാങ്ങാൻ സാധിക്കുള്ളൂ. 1 2 3 4 10 100 അങ്ങനെയൊക്കെ. അപ്പോൾ ഇവിടെ ഒരു ലോട്ട് എന്നല്ല, നമുക്ക് 0.1 ലോട്ട് എടുക്കാം, 0.001 ലോട്ട് എടുക്കാം, 0.5 എടുക്കാം, 1 ലോട്ട് എടുക്കാം, 2 ലോട്ട്, 10 ലോട്ട്, എത്ര വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഞാനിത് ഒരു ലോട്ട് എടുത്തെന്ന് വിചാരിക്കുക, ഒരു ലോട്ടാണ് എടുത്തതെന്ന് വിചാരിക്കുക. ഇങ്ങനെ 50 പിപ്പ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഒരു പ്രോഫിറ്റ് എത്ര ആയിരിക്കും എന്നറിയോ? 50 പിപ്പ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 50 × $10 ആയിരിക്കും. 50 × $10 ഏകദേശം $500 വരും. ഓക്കെ, ഏകദേശം $500 വരും. ഇതെനിക്ക് ഞങ്ങൾക്ക് കാൽക്കുലേഷന് വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് അക്കൗണ്ട് എന്നുള്ള രീതിയിലുള്ള അക്കൗണ്ട് സൈസാണ് ഇവിടെ വരുന്നത്. നമ്മൾ അക്കൗണ്ട് കാണിച്ചു തരും. അപ്പോൾ ഇവിടെ ഓരോ പിപ്പ് മൂവിന്, അതിനാണ് ഞാൻ പിപ്പ് പറഞ്ഞത്. എന്താ പിപ്പ് എന്ന് പറഞ്ഞതെന്ന് അതാ. ഓക്കെ, അവസാനത്തെ പോയിന്റ്, അവസാനത്തേത് പിപ്പറ്റായിരിക്കും, അതിന് തൊട്ട് മുന്നുള്ള അതിന് ശേഷമുള്ളത് പിപ്പായിരിക്കും. അപ്പോൾ ഇവിടെ 10 മൂവ് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും ഇവിടെ ഒരു ചേഞ്ച് വരാം. അപ്പം ഞാനൊരു ട്രേഡ് എടുത്തിട്ട് 10 പിപ്പറ്റ് മൂവ് ചെയ്തു, അല്ലെങ്കിൽ ചെറിയൊരു ചേഞ്ച് വന്നു, അല്ലെങ്കിൽ ഒരു പിപ്പ് മൂവ് ചെയ്താൽ എനിക്ക് ഒരു $10 പ്രോഫിറ്റാണ്. ഒരു പിപ്പ് മൂവ് ചെയ്താൽ $10 പ്രോഫിറ്റാണ്. അതാണ് നമുക്കിവിടെ ഒരു സംഭവം ഉള്ളത്. ഓക്കെ, നമ്മുടെ അത്യാവശ്യം നല്ല ലിവറേജും കാര്യങ്ങളൊക്കെ ഉള്ള, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 100ഉം 1000 ടൈംസ് ഒക്കെ ലിവറേജ് അവൈലബിൾ ആണ്. നോർമലി നമ്മൾ 100ആണ് ഉപയോഗിക്കാറ്. എന്നാലും ഒരു പിപ്പ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ $10 ആണ് അവിടെ പ്രോഫിറ്റ് വരുന്നത്. ഒരു പിപ്പൊക്കെ സിമ്പിളായിട്ട് മൂവ് ചെയ്യും. അതുപോലെ 50 പിപ്പൊക്കെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ $500 പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഇഫ് യു ആർ യൂസിങ് സ്റ്റാൻഡേർഡ് അക്കൗണ്ട് ആൻഡ് വൺ ലോട്ടാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ. ഇത് പോസിറ്റീവ് സൈഡ് മാത്രം ചിന്തിക്കുമ്പോൾ. അപ്പോൾ അതിന് 2 സൈഡ് ഉണ്ടായിരിക്കും എപ്പോഴും, 2 സൈഡ്. ഇപ്പോൾ എല്ലാ ട്രേഡിലും $500 അടിക്കാം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, $500 ഉണ്ടാക്കാനുള്ളൊരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. അറ്റ് ദ സെയിം ടൈം നമുക്ക് റിസ്ക്കുമുണ്ട്. അപ്പോൾ ആ റിസ്ക് മാനേജ് ചെയ്യണം എന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അതിന് നമുക്ക് സ്ട്രാറ്റജീസും കാര്യങ്ങളും അറിയണം. ബ്ലൈൻഡായിട്ട് ട്രേഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ട്രേഡിങ്ങുമായി സംബന്ധിച്ചിട്ടുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കുറച്ചൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒന്നും കൂടി ആ ക്ലാസ്സും കാര്യങ്ങളും ഒന്ന് കേട്ടോളാം. ഓക്കെ, നമുക്ക് അക്കൗണ്ടിൻ്റെ കാര്യം പറയാം. ഇപ്പോൾ ആസ്ക് ബിഡ് എന്നുള്ളതൊക്കെയാണ് ഇവിടെ കൊടുത്തുള്ളത്. ആസ്ക് പ്രൈസ്, ബിഡ് പ്രൈസ്. അപ്പോൾ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. ആസ്ക് ബിഡ് എന്നൊക്കെ പറഞ്ഞാൽ ഡെഫിനീഷനൊക്കെ പഠിച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു കൂടിയ പ്രൈസ് ഉണ്ടാവും, ഒരു കുറഞ്ഞ പ്രൈസ് ഉണ്ടാവും. കൂടിയ പ്രൈസിനെ എന്തായാലും വാങ്ങാൻ പറ്റുള്ളൂ, കുറഞ്ഞ പ്രൈസിനാണ് എന്തായാലും വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും സ്പ്രെഡ്. ഓക്കെ, പിന്നെ ഓർഡർ ടൈപ്സ് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഈ 5 ഓർഡേഴ്സാണ് നമ്മളുടെ MT4 ഉണ്ടായിരിക്കുക. നമ്മളുടെ MT4 നമ്മളുടെ ബ്രോക്കർ ഏതാണ്? JetFX ആണ്. നമ്മൾ ട്രേഡ് എക്സിക്യൂഷൻ നടത്തുന്നതെല്ലാം MT4 യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ മാത്രമല്ല, ലോകത്തുള്ള 90% ആൾക്കാരും MT4 ആണ് യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ അത് കണക്ട് ചെയ്യേണ്ട വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മളെ ഡിസ്കോഡ് ചാനലിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നോട്ടീസ് ബോർഡും അനൗൺസ്മെൻറ്റും നിർബന്ധമായിട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഈ ഓർഡേഴ്സിൻ്റെ പ്രത്യേകതയും എങ്ങനെയാണ് ഓർഡേഴ്സ് എടുക്കേണ്ടതെന്നൊക്കെ നമ്മൾ അറൗണ്ട് മൺഡേ ആയിട്ട് നമ്മളുടെ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഓർഡർ ടൈപ്സും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ MT4 അല്ല, MT5 ആണ് കേട്ടോ, സോറി, മെറ്റാ ട്രേഡർ 5. MT4 അതിൻ്റെ തൊട്ട് മുന്നത്തെ വേർഷനാണ്. അപ്പോൾ കൂടുതൽ കാലം ഞാൻ ഉപയോഗിച്ചത് അതായിരുന്നു. അപ്പോൾ അതെൻ്റെ വായിൽ നിന്ന് പോകാത്തതുകൊണ്ടാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ അതിനായിട്ടും കുറച്ചുകൂടി അപ്ഡേറ്റഡ് വേർഷനാണ് MT5. ഒരുപാട് വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ അപ്പോൾ ട്രേഡ് ചെയ്യുന്നവർക്കറിയാം, നമുക്ക് മൂന്ന് ട്രേഡിങ് സ്റ്റൈൽസാണ് നോർമലി വരാറ്. ഒന്ന് ലോങ് പൊസിഷൻ, ഇൻട്രാഡേ. ഇത് ഒരു മിസ്റ്റേക്കാണ്. ഇത് സ്കാൽപ്പിംഗ് എന്നായിരിക്കും കേട്ടോ. സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം നമുക്ക് താഴ്ന്ന് മുകളിലോട്ട് പോകാം. ഇപ്പോൾ ഒരു കുറച്ച് സമയത്തേക്ക്, വളരെ കുറച്ച് സമയത്തേക്ക് നമ്മൾ അതായത് ഞാനിപ്പോൾ ഇന്ന് രാവിലെ 10 മണിക്ക് ട്രേഡ് എടുത്തു, ഒരു 10 ആകുമ്പോഴേക്ക് എക്സിറ്റ് ചെയ്തു. ഞാൻ ഉപയോഗിച്ചത് വളരെ കുറച്ച് സമയമാണ്. ഓക്കെ, അല്ലെങ്കിൽ 10 മണിക്ക് ട്രേഡ് എടുത്തു, 10:02 10:03 ആകുമ്പോൾ എക്സിറ്റ് ചെയ്തു. അപ്പോൾ ചെറിയ മൂവ്മെൻറ്റ്സ് ക്യാച്ച് ചെയ്തുകൊണ്ട് ചെറിയ ടൈം പീരീഡിൽ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ്സ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് ട്രേഡിംഗ് ആണ് സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനൊരു മെത്തേഡ് ഓഫ് ട്രേഡിംഗ് ആണ് സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഇൻട്രാഡേ ട്രേഡിംഗ് ഉണ്ട്. ഇപ്പോൾ ഇത് ഡെഫിനീഷൻ പറയുന്ന പോലെ ഓപ്പൺ ചെയ്യുന്ന ക്ലോസിങ്, അതായത് നമുക്ക് എന്തായാലും ട്രേഡിലേക്ക് എൻ്റർ ചെയ്യണം, ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യണം. അപ്പോൾ ഈ എൻ്ററിങ്ങും എക്സിറ്റിങ്ങും ഈ വിത്തിൻ എ ഡേ കംപ്ലീറ്റ് ആവുന്ന രീതിയിലുള്ള ട്രേഡിംഗ് ആണ്. സ്കാൽപ്പിങ്ങും ഇൻട്രാഡേയും തമ്മിൽ വ്യത്യാസം എന്താ?
സ്കാൽപ്പിംഗ് പെട്ടെന്ന് തീരും, 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ, അരമണിക്കൂർ മാക്സിമം. ഇൻട്രാഡേ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സമയം എടുക്കും, ചിലപ്പോൾ 2 മണിക്കൂർ എടുക്കാം, 3 മണിക്കൂർ എടുക്കാം. പക്ഷേ അതൊരു നെക്സ്റ്റ് ഡേയിലേക്ക് കടന്നു പോകില്ല, അത് ഒരിക്കലും നെക്സ്റ്റ് ഡേയിലേക്ക് കടന്നു പോകില്ല. ഇൻ കേസ് നെക്സ്റ്റ് ഡേയിലേക്ക് പോകുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ മോർ ദാൻ എ ഡേ ഹോൾഡ് ചെയ്യുന്ന ആ ട്രേഡിൽ നിങ്ങൾ മോർ ദാൻ എ ഡേ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ട്രേഡുകളെ പറയുന്ന പേരാണ് ലോങ് പൊസിഷൻ. അങ്ങനെ അല്ലെങ്കിൽ ലോങ് പൊസിഷൻ എടുക്കുക, അല്ലെങ്കിൽ സ്വിങ് എന്നൊക്കെ പറയാറുണ്ട്, സ്വിങ് ട്രേഡ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ ഇത്രയും 3 ട്രേഡിങ് രീതികളാണ് ഉണ്ടാവാറ്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് ഇൻട്രാഡേ ട്രേഡിങ്ങിലും ലോങ് പൊസിഷനിലായിരിക്കും. അപ്പോൾ ഇത് കുറച്ചും കൂടി റിസ്കി ആയിട്ടുള്ളതാണ്. നമ്മുടെ ലോങ് പൊസിഷൻ അല്ലെങ്കിൽ സ്വിങ്ങിലേക്ക് കടക്കുന്ന രീതിയിൽ ഇൻട്രാഡേ ലോങ് പൊസിഷൻ നമുക്ക് നമ്മളെ സ്ട്രാറ്റജി പ്രകാരം ഒരു ദിവസങ്ങളൊക്കെ ട്രേഡ്സ് അവൈലബിൾ ആയിരിക്കും, ഒരുവിധം മൾട്ടിപ്പിൾ എൻട്രീസ് വരും. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതും അതിൽ തന്നെ ആയിരിക്കും. ഇപ്പോൾ നെക്സ്റ്റ് ഡേയിലേക്ക് അതായത് ലോങ് പൊസിഷൻ ചെയ്യാത്ത വേറെ ഒന്നും കൊണ്ടല്ല, അപ്പോൾ നെക്സ്റ്റ് ഡേ ഞാനിപ്പോൾ ഉറങ്ങുന്ന സമയത്ത് ഞാനതിൻ്റെ ടെൻഷൻ ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പ്രോഫിറ്റ് ഓർ ലോസ് വാട്ട് എവർ അതെനിക്ക് ഇന്ന് അവസാനിപ്പിക്കണം, എനിക്ക് ആ ടെൻഷൻ പിടിച്ച് ഉറങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ലോങ് പൊസിഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യാത്തത്, വേറെ ഒന്നും കൊണ്ടല്ല. ഓക്കെ, പിന്നെ ഇത് നമ്മൾ വിശദമായിട്ട് പഠിക്കും. എന്നാലും നമുക്ക് നമ്മളെ മാർക്കറ്റിൽ 3 തരത്തിലുള്ള ട്രെൻഡുകളാണ് കാണാൻ സാധിക്കുക. 3 തരത്തിലുള്ളത്. ഒന്ന് അപ്പ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, സൈഡ് വേസ് ട്രെൻഡ്. അപ്പ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, സൈഡ് വേസ് ട്രെൻഡ്. അപ്പ് ട്രെൻഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, പേര് പറയുന്ന പോലെ തന്നെ അപ്പ് ട്രെൻഡ് എന്ന് പറയുമ്പോൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റായിരിക്കും. മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റായിരിക്കും. അപ്പോൾ ഡൗൺ ട്രെൻഡോ, ഡൗൺ താഴത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റായിരിക്കും. ഇപ്പോൾ മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുന്ന എവിടേക്കാ, മുകളിലോട്ട് തന്നെയായിരിക്കും, അതായത് പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ തരത്തിലുള്ള ട്രേഡുകളായിരിക്കും ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് താഴത്തേക്ക് വരികയാണെങ്കിലോ, അപ്പോൾ ആ ഡയറക്ഷൻ കീപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ട്രേഡുകളായിരിക്കും ഞാൻ എടുക്കുക. അപ്പോൾ ആ തരത്തിലുള്ള ടൈപ്പ് ഓഫ് എൻട്രീസ് ആയിരിക്കും ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനത് ചാർട്ടിൽ ഇപ്പോൾ യൂറോ USD ചാർട്ടിൽ അത് കൃത്യമായിട്ട് നമുക്ക് ട്രെൻഡ് കാണാൻ സാധിക്കും. ഇപ്പോൾ എല്ലാത്തിലും ട്രെൻഡ് ഉണ്ട്. ഇപ്പോൾ ഏത് ടൈം ഫ്രെയിമിൽ ട്രെൻഡ് കാണിക്കാം. ഇപ്പോൾ ഒരു കുറച്ചും കൂടി ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഡെയിലി ടൈം ഫ്രെയിമിൽ ഞാൻ നിങ്ങൾക്ക് ട്രെൻഡ് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു കണ്ടോ ഇങ്ങനെ ഫോളിങ് മാർക്കറ്റിനെയാണ് ഡൗൺ ട്രെൻഡ് എന്ന് വിളിക്കുക. ഇത് കണ്ടോ, ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പോർഷൻ എന്തായിരിക്കും, ഡൗൺ ട്രെൻഡാണ്. ഈ ഒരു പോർഷൻ ഡൗൺ ട്രെൻഡാണ്. ഇത് പിന്നെ പോർഷൻ കണക്ട് ചെയ്ത് മാർക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് കൃത്യമായിട്ട് നമ്മൾ സയൻറ്റിഫിക്കലി പഠിക്കും. ഓക്കെ, ഞാൻ റഫ് ഐഡിയ മാത്രമാണ് ഇപ്പോൾ തരുന്നത്. ഓക്കെ, പക്ഷേ ഇവിടുന്ന് താഴെന്ന് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടല്ല പോണേ, താഴത്തുനിന്ന് ഇതുപോലെ മുകളിലോട്ടേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഓർ നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം, മുകളിലോട്ട് പോകുന്നതിനെ അപ്പ് ട്രെൻഡ് എന്ന് വിളിക്കാം. ഇപ്പോൾ ഒരു മാർക്കറ്റ് താഴത്തേക്കാണ് വരുന്നതെങ്കിൽ അതിനെന്താണ് നമ്മൾ വിളിച്ചിരുന്നത്, ഡൗൺ ട്രെൻഡ് എന്ന് വിളിച്ചിരുന്നത്. ഇപ്പോൾ മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ അതിനെ നമ്മൾ അപ്പ് ട്രെൻഡ് എന്ന് വിളിക്കും. അപ്പോൾ അതിന് നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പതുക്കെ ആയിട്ട് പഠിക്കും. പക്ഷേ ഈ ഒരു ഭാഗം നോക്കി, ഈ ഒരു പോർഷൻ എന്താ, കാര്യമായിട്ട് മുകളിലോട്ടൊന്നും പോകണില്ല, എന്നാൽ പിന്നെ താഴോട്ടും പോകണില്ല. ഈ ഒരു ഏരിയയിൽ അത് ട്രാപ്പ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ എനിക്ക് പറയാം അത് സൈഡ് വേസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സൈഡ് വേസ് ട്രെൻഡാണ്. നമ്മൾ നേരത്തെ PPTയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, 3 തരത്തിലുള്ള ട്രെൻഡ് ഉണ്ട്, അപ്പ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, സൈഡ് വേസ് ട്രെൻഡ്. അപ്പോൾ ഇത് സൈഡ് വേസ് ട്രെൻഡ് അല്ലെങ്കിൽ സൈഡ് വേസ് മാർക്കറ്റിന് എക്സാമ്പിളാണ്. കാരണം ഇത് ഒരു മുകളിലോട്ടോ താഴോട്ടോ ഡയറക്ഷൻ കീപ്പ് ചെയ്യാതെ ഒരു സൈഡിലേക്കാണ് ഡയറക്ഷൻ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രേഡേഴ്സ് എന്ന നിലയ്ക്ക് നമുക്ക് ഒന്നില്ലെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകണം, അല്ലെങ്കിൽ മാർക്കറ്റ് താഴത്തേക്ക് വരണം. ആ രീതിയിലായിരിക്കണം മാർക്കറ്റ് മൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ട്രെൻഡ് കീപ്പ് ചെയ്യുന്ന മാർക്കറ്റിലാണ് കുറച്ചുകൂടി എളുപ്പം ട്രേഡ് ചെയ്യാൻ. ഇതിൽ ട്രേഡ് ചെയ്യാൻ പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും ഒരു ട്രെൻഡ് ഉണ്ടെങ്കിൽ. അത് മുകളിലോട്ടാണെങ്കിലും കുഴപ്പമില്ല, താഴത്തേക്കാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ വിശദമായിട്ട് തന്നെ പഠിക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ട് പോവുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. നമ്മളുടെ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും വീഡിയോസും നമ്മുടെ ഡിസ്കോഡ് കമ്മ്യൂണിറ്റിയിലുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ 4 ടൈപ്പ് അക്കൗണ്ടാണ് അവിടെ കാണാൻ സാധിക്കുക.
ഒന്ന് സെൻഡ് അക്കൗണ്ട്. സെൻഡ് അക്കൗണ്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിപ്പ് പറഞ്ഞു തന്നല്ലോ. ഇപ്പോൾ ഒരു ട്രേഡ് എടുത്തിട്ട് ഒരു പിപ്പ് മൂവ് ചെയ്യുകയാണെങ്കിൽ, ഒരു ട്രേഡ് എടുത്തിട്ട് ഒരു പിപ്പ് മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ഉണ്ടാകുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത് 10 സെൻറ്റൊക്കെ ആയിരിക്കും. 10 സെൻറ്റ്, 100 സെൻറ്റ് ചേർന്നതാണ് $1. 100 സെൻറ്റ് ചേർന്നതാണ് $1. അപ്പോൾ ഒരു സെൻറ്റ് അക്കൗണ്ട് എടുത്തു, അതിലൊരു ലോട്ട് എടുത്തു. അപ്പോൾ ഒരു 10 സെൻറ്റ് ഒരു പിപ്പ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടാകുന്ന പ്രോഫിറ്റ് വെറും 10 സെൻറ്റ് മാത്രമായിരിക്കും. ഓക്കെ, അതിനനുസരിച്ച് ക്വാണ്ടിറ്റി നമുക്ക് അതിനനുസരിച്ച് കൂട്ടാൻ സാധിക്കും. പക്ഷേ മറിച്ച് ബാക്കി അക്കൗണ്ടുകളൊക്കെ, സെൻഡ് അക്കൗണ്ടിന് മുകളിലുള്ള ബാക്കി അക്കൗണ്ട്സിലെല്ലാം ഓരോ പിപ്പ് മൂവ് ചെയ്യുന്ന സമയത്തും നമുക്ക് ഓരോ പിപ്പ് മൂവ് ചെയ്യുമ്പോൾ എന്താ ഡിഫറൻസ് വരുന്നത്? ഇവിടെ $10 പ്രോഫിറ്റ് ഓർ ലോസ് ആണ് സംഭവിക്കുക. സെൻഡ് അക്കൗണ്ട് ആണെങ്കിൽ 10 സെൻറ്റ്, ബാക്കിയുള്ള അക്കൗണ്ടുകളാണെങ്കിൽ $10 ചേഞ്ച് ആയിരിക്കും സംഭവിക്കുക. പിന്നെ സ്പ്രെഡ് കാണിക്കുക. നോർമലി ഇപ്പോൾ ഗോൾഡിലേക്ക് നമ്മൾ കുറച്ച് കണ്ടാണ് കിടക്കുള്ളൂ, കുറച്ച് കണ്ട് സ്റ്റാൻഡേർഡ് വേർഷനിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് കിടക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ ബേസിക്സ് കവർ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നോർമലി സ്പ്രെഡ് വരാം. ഇപ്പോൾ നേരത്തെ കാണിച്ച സ്പ്രെഡ് 14.2 ആയിരുന്നു. അപ്പോൾ അത് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന കാരണം കൊണ്ടാണ്. പക്ഷേ നോർമലി സ്പ്രെഡ് വരെ 1.5 എന്നുള്ള രീതിയിലായിരിക്കും. ഇപ്പോൾ നോക്കിയേ, സെൻഡ് അക്കൗണ്ടിൽ സ്പ്രെഡ് കൂടുതലാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ജ്വല്ലറിയുടെ എക്സാമ്പിൾ എടുത്ത് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ജ്വല്ലറിയുടെ എക്സാമ്പിൾ എന്താ പറഞ്ഞത്? 60,000 ഒരു സംഭവം വാങ്ങിച്ചു, 57,000 വിറ്റ്, അപ്പോൾ 3,000 രൂപയാണ് നഷ്ടം വന്നത്. അല്ലെങ്കിൽ 3,000 രൂപ അവർക്ക് കിട്ടിയ ഒരു കൈൻഡ് ഓഫ് പ്രോഫിറ്റാണ്, അല്ലെങ്കിൽ ബ്രോക്കറേജ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സ്പ്രെഡാണ് അവിടെ സാധാരണയായിട്ട് ബ്രോക്കറേജ് എന്നുള്ള രീതിയിലേക്ക് കടക്കാറ്. സ്പ്രെഡാണ് സാധാരണ രീതിയിൽ ബ്രോക്കറേജ് എന്നുള്ള രീതിയിലേക്ക് കടക്കാറ്. അപ്പോൾ ആ സ്പ്രെഡ് കൂടുതലുള്ളത് സെൻഡ് അക്കൗണ്ടിലായിരിക്കും. ഓക്കെ, അപ്പോൾ പരമാവധി സെൻഡ് അക്കൗണ്ട് ചൂസ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ നിങ്ങൾ പരമാവധി ഇത് ഒരിക്കലും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇവിടെ ഇങ്ങനെ ഒരു അക്കൗണ്ട് അവൈലബിൾ ആണെന്ന് മാത്രമാണ് കാണിച്ചു തന്നിട്ടുള്ളത്. പക്ഷെ ഇതെടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ഇതിൻ്റെ സ്പ്രെഡ് ബാക്കി അക്കൗണ്ട്സിനെ വെച്ച് നോക്കുമ്പോൾ ഡബിളും ത്രിബിളും ഒക്കെയാണ്. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. ഓക്കെ, മറിച്ച് ഇപ്പോൾ പ്രോ അക്കൗണ്ട് ഓർ പ്രീമിയം അക്കൗണ്ട് ചൂസ് ചെയ്യുന്ന വ്യക്തികൾക്ക് അവിടെ അനുഭവപ്പെടുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത് 1.5 പിപ്പ് അല്ലെങ്കിൽ 0.5 പിപ്പ് എന്നായിരിക്കും. ഇപ്പോൾ ഈ പ്രീമിയം അക്കൗണ്ടാണ് ഞാൻ എടുത്തതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിലാണല്ലോ സ്പ്രെഡ് കുറവ്. പ്രീമിയം അക്കൗണ്ടിൽ 0.5 മുതൽ 1 പിപ്പ് വരെയാണ് സ്പ്രെഡ് വരാം. അതായത് ഒരു ലോട്ട് എടുക്കുന്ന സമയത്ത് എനിക്ക് വരുന്ന ബ്രോക്കറേജ് ഇതിനെ അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഇവിടെ വരുന്ന ബ്രോക്കറേജിൻ്റെ 1/3 മാത്രം ബ്രോക്കറേജ് ഞാനിവിടെ കൊടുത്താൽ മതിയാകും. ഫോർ എക്സാമ്പിൾ ഇവിടെ $3 ബ്രോക്കറേജ് വരുന്നതെങ്കിൽ ഇവിടെ അതേ ട്രേഡ് എടുക്കുന്ന വ്യക്തികൾക്ക് ഇവിടെ $1 ബ്രോക്കറേജ് വരാം. അപ്പോൾ ബ്രോക്കറേജ് എന്ന സംഭവം കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരുപാട് ബ്രോക്കറേജ് ഉള്ളത് അക്കൗണ്ട് ചൂസ് ചെയ്യാതിരിക്കുക. ബ്രോക്കറേജ് ഞാൻ ഒരിക്കലും സെൻഡ് അക്കൗണ്ട് എടുക്കാൻ പറയില്ല. പറ്റുന്നവർ പ്രോ ഓർ പ്രീമിയം ചൂസ് ചെയ്യുക. ഓക്കെ, മിനിമം പ്രോ എടുക്കാം. പറ്റുന്നവരാണെങ്കിൽ പ്രീമിയം അക്കൗണ്ടാണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ അത് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. പിന്നെ അക്കൗണ്ട് ഓപ്പണിങ് സമയത്ത് വീണ്ടും ഡൗട്ട് വരികയാണെങ്കിൽ നമുക്ക് അപ്പോൾ എന്താ ചെയ്യണം? നമ്മളെ കമ്മ്യൂണിറ്റി അവൈലബിൾ ആണ്, മെൻറ്റേഴ്സ്. അപ്പോൾ അവിടെ നിങ്ങളുടെ ഡൗട്ട് നിർബന്ധമായിട്ടും ചോദിക്കാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്ത് പോവുക. ഓക്കെ, പിന്നെ നമുക്ക് വേറൊരു കാര്യം പറയേണ്ടതെന്ന്, നമ്മൾ ഫോറക്സിൽ ഇപ്പോൾ നോർമലി ബ്രോക്കേഴ്സ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ സാധിക്കും. അല്ലാതെ ഫണ്ടഡ് അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഫണ്ടഡ് അക്കൗണ്ടിന് ഒരു ഇതുണ്ട്. ഇപ്പം എൻ്റെ കയ്യിലാകെ $100 എൻ്റെ കയ്യിൽ ക്യാപിറ്റലായിട്ടുള്ളൂ. അപ്പം $100 വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന എമൗണ്ടിന് തീർച്ചയായിട്ടും ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം എനിക്ക് പക്ഷേ ഒരുപാട് ക്യാപിറ്റൽ റേസ് ചെയ്യാനുള്ള സാഹചര്യമില്ല. പക്ഷെ അങ്ങനെ ക്യാപിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികൾ ഒരുപാട് ഉണ്ട്, നമ്മുടെ മാർക്കറ്റിലുണ്ട്. ഒരുപാട് കമ്പനികളുണ്ട്. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതായത് $1,00,000 അല്ലെങ്കിൽ $20,000 $10,000 എന്ന രീതിയിലൊക്കെ നമുക്ക് അവർ ട്രേഡ് ചെയ്യാൻ പൈസ തരും. അപ്പം അതങ്ങനെ വെറുതെ കിട്ടില്ല. അപ്പോൾ നമുക്കൊരു $50 $60 കൊടുത്തുകൊണ്ട് നമ്മൾ അപ്പോൾ അവരുടെ ചലഞ്ചിലേക്ക് കടക്കണം. ആ ചലഞ്ചിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, ഇന്ന രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റില്ല, കോപ്പി ട്രേഡിങ് പോസിബിൾ അല്ല. അതായത് ഇപ്പോൾ OctaveX ഒക്കെ യൂസ് ചെയ്യുന്നവർ കോപ്പി ട്രേഡിംഗ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് പണ്ടത്തെ അക്കൗണ്ടിൽ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അക്കൗണ്ട് അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയാലും പ്രോഫിറ്റ് കിട്ടില്ല. അപ്പോൾ പ്രോഫിറ്റ് മാർജിൻ ഉണ്ട്. ഇപ്പോൾ ഇത്ര ശതമാനം പ്രോഫിറ്റ് ആ പ്രൊപ്രൈറ്ററി ഫേമിന് നമ്മൾ ഷെയർ ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇവിടുത്തെ ഇഷ്യൂ അതൊന്നല്ല ഇഷ്യൂ. ഓക്കെ,
ഇവിടുത്തെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊപ്പറേറ്ററി ഫേം അല്ലെങ്കിൽ ഫണ്ടഡ് അക്കൗണ്ട് ഉപയോഗിക്കുന്നവർ 98% പേരും ആ ചലഞ്ച് പാസ്സാവാറില്ല. അത് ചലഞ്ച് അത്ര ഭയങ്കര ചലഞ്ചായിട്ടല്ല, റൂൾസും കാര്യം സ്ട്രിക്റ്റ് ആണ്, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ ഓരോ പ്രശ്നങ്ങൾ നമ്മളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരും. ചെറിയ സ്കാം, നമുക്ക് പോലും തിരിച്ചറിയാത്ത രീതിയിലുള്ള ചെറിയ സ്കാമുകൾ കൊണ്ടുവന്ന് നമ്മളെങ്ങനെയൊക്കെ അതിൽ നിന്ന് ലോസ് അടിപ്പിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് അക്കൗണ്ട് നമ്മൾ അടിച്ചു പോകുന്ന രീതിയിലേക്ക് ആക്കും. അതും അല്ലെങ്കിൽ കുറേ നാൾക്ക് ശേഷം ആ ഫെയിം അടച്ചു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട്, ഇപ്പോൾ ഫോറക്സ് ഫണ്ടഡ് അക്കൗണ്ടിനെ കുറിച്ച് അറിയുന്നവർക്ക് അറിയാം, ഫണ്ടഡ് അക്കൗണ്ട് ചിലപ്പോൾ ഇന്ന് കണ്ടത് നാളെ കാണില്ല, അങ്ങനത്തെ ഒരു ഇഷ്യൂ മാർക്കറ്റിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് അതിനെ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബെസ്റ്റ് അല്ല, ഇപ്പം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ആ പൈസ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അല്ലാതെ ആവശ്യമില്ലാത്ത റിസ്കിലേക്ക് കയറാതിരിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ റെഗുലേഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോറക്സ് റെഗുലേഷൻ ശരിക്കും നമുക്ക് എന്താ പറയുക, ഇത് ബിസിനസ് ഇൻകം എന്നുള്ള രീതിയിൽ നിങ്ങൾ CA കണ്ടതിന് ശേഷം നല്ലൊരു ഇൻകം വരുന്ന സമയത്ത് കേട്ടോ, അത്രയ്ക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു CA കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ബിസിനസ് ഇൻകം എന്നുള്ള രീതിയിൽ ടാക്സ് ചെയ്യാനും സാധിക്കും. അപ്പോൾ അതിൻ്റെയും ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള കാര്യം പറഞ്ഞാൽ, ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ഇൻകമായിട്ട് ടാക്സ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഒരു ഓറിയൻറ്റേഷൻ സെഷൻ ഉണ്ടാകുന്നല്ലോ, ആദ്യത്തെ ഓറിയൻറ്റേഷൻ സെഷൻ. അപ്പോൾ അതിൽ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിതിൽ ടാക്സ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് കവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇതിൻ്റെ റെക്കോർഡിംഗ് സെഷൻ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 വീഡിയോനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു MT4 ലിങ്ക് ചെയ്യുന്ന വീഡിയോനെ കുറിച്ച്, അതായത് എൻ്റെ എങ്ങനെ JetFXൽ അക്കൗണ്ട് എടുക്കാം, എങ്ങനെ MT4 ലിങ്ക് ചെയ്യാം, ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് ഒരുപാട് ഓർഡർ ടൈപ്പ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ വരും. അപ്പോൾ അതൊക്കെ എങ്ങനെ സോർട്ട് ചെയ്യാം എന്നുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് ഓൾറെഡി അനൗൺസ്മെൻറ്റിൽ കിടക്കുന്നുണ്ട്. പിന്നെ നോട്ടീസ് ബോർഡിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാൻ സാധിക്കുക, 1 lakh ചലഞ്ചിനെ കുറിച്ച് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഓൾറെഡി ട്രേഡ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ മാത്രം അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് മന്തും ചലഞ്ച് ഉണ്ട്, നമുക്ക് നെക്സ്റ്റ് മന്തും 1 lakh ചലഞ്ചിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ സെഷനിൽ പറയാനുള്ളത്. നമുക്ക് അടുത്ത സെഷൻ വരുന്നത് നമുക്ക് തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റിയിൽ അനൗൺസ് ചെയ്യും. ഓക്കെ, നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത സെഷനിൽ നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ ഡിസ്കോഡ് കമ്മ്യൂണിറ്റിയിൽ ചോദിക്കാൻ ശ്രമിക്കുക. നമുക്കിനി കാര്യമായിട്ട് ബേസിക് സെഷൻസ് ഉണ്ടാവില്ല. നമ്മൾ അടുത്ത സ്റ്റെപ്പ് മുതൽ പതുക്കെ സ്ട്രാറ്റജി മാക്സിമം ഒരു ക്ലാസ്സും കൂടിയൊക്കെ ഉണ്ടാവുള്ളൂ ബേസിക്കായിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ സ്ട്രാറ്റജിയിലേക്ക് നമ്മൾ കടക്കാൻ പോകണം. അപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ സ്ട്രാറ്റജീസിൽ കടന്നിട്ട് കാര്യം, നമ്മൾ ബിഗിനറാണ്. ഇപ്പോൾ 1, 2, 3, 4 ക്ലാസ് പഠിച്ചിട്ടാണ് 5ാം ക്ലാസ്സിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഓൾറെഡി ട്രേഡ് ചെയ്യുന്ന വ്യക്തികൾ അതിനനുസരിച്ച് നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുക. ബാക്കിയുള്ളവർക്കും കൂടിയും ഒരു പ്രചോദനമാവുന്ന രീതിയിൽ കൂടെ നിന്നോളോ. ഒക്കെ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് പതുക്കെ അടിപൊളിയായിട്ട് മുന്നിലേക്ക് പോകാം. നമുക്ക് ഭാവിയിൽ ലൈവ് ട്രേഡും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനുള്ളതാണ്. പിന്നെ 1 lakh ചലഞ്ചിൻ്റെ കാര്യം മറക്കരുത്. നിങ്ങൾക്ക് ഇപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ഇല്ലാത്തവരോ അല്ലെങ്കിൽ വീഡിയോ കാണാത്തവരായ നിങ്ങളുടെ ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും കൂടി റെഫർ ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ തുടങ്ങുന്നുള്ളൂ, പക്ഷേ അവർ പ്രോ ലെവലിൽ ട്രേഡ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ. ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് 1 lakh നേടാനുള്ള ഒരു ചാൻസാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ ചാൻസ് ഇപ്പം നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അവരും ട്രൈ ചെയ്യട്ടെ, അവർക്ക് കിട്ടുകയാണെങ്കിൽ അവർക്ക് കിട്ടട്ടെ, നമ്മുടെ ഫ്രണ്ട്സാണല്ലോ. അപ്പോൾ എന്നുള്ള രീതിയിൽ നമുക്ക്, ഇപ്പോൾ ഞാനിവിടെ സെഷൻ പതുക്കെ വൈൻഡപ്പ് ചെയ്യാണ്. ഇപ്പോൾ സജഷൻസും കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമ്മ്യൂണിറ്റിയിൽ ഓപ്പണായിട്ട് പറയാം, നോ പ്രോബ്ലം. ഓക്കെ, നമ്മൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തും. ഓക്കെ, ഇപ്പോൾ വീണ്ടും പറയാണ്, ഡൗട്ടും കാര്യങ്ങളൊക്കെ കമ്മ്യൂണിറ്റിയിൽ ചോദിക്കാൻ ശ്രമിക്കുക. നമ്മൾ അനൗൺസ്മെൻറ്റ് ചാനലും നോട്ടീസ് ബോർഡും ഒന്ന് ചെക്ക് ചെയ്യുക. അതിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ 1 lakh ചലഞ്ചിൻ്റെ കാര്യം ഒന്നുകൂടിയും ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ. ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്, അടുത്ത സെഷൻ്റെ അനൗൺസ് ചെയ്യും. ഓക്കെ ഗൈസ്, നമുക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്യാണ്.